ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാലിഗയിലെ ടൈറ്റിൽ റേസിന് ഇപ്പോഴും ജീവനുണ്ടോ? ശരിയാണ്, ബാഴ്സലോണ തന്നെയാണ്. ഹാൻസി ഫ്ലിക്കിൻ്റെ ബാഴ്സലോണ തന്നെയാണ് നിലവിൽ ഫേവറേറ്റ്സ് ആയിട്ടിരിക്കുന്നത്. 9 മത്സരങ്ങളാണ് ലാലിഗയിൽ ബാക്കി നിൽക്കുന്നത്. അവരാണ് തലപ്പത്തിരിക്കുന്നത്. അവരും റയൽ മാഡ്രിഡും തമ്മിലുള്ള പോയിൻറ്റ്സ് വ്യത്യാസം 4 ഇനിയും ഒരു എൽ ക്ലാസിക്കോ കളിക്കാനുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർക്കണം. മാത്രമല്ല, ഈ ഗെയിം വീക്കിൽ എന്താണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്? റയലിൻ്റെ മുന്നേ ആയിരുന്നു ബാഴ്സലോണയുടെ മത്സരം ഉണ്ടായിരുന്നത്. ബാഴ്സലോണ റയോ വയക്കാനൊക്കെതിരെ ക്യാമ്പിനിൽ 1-0 എന്നുള്ള സ്കോർ ലൈൻ വിജയിച്ച് കയറുന്നു. അതൊരു എന്താ പറയുക, റിസൾട്ട് ഗ്രൈൻഡ് ഔട്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ബാഴ്സലോണ അത്ര നല്ല പ്രകടനം ആയിരുന്നില്ല. റയോ വയക്കാനൊക്കെ ചാൻസുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെയാണ് ജോൻ ഗാർസിയ എന്ന് പറയുന്ന ചെങ്ങായി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ നടത്തുകയും ആ ഒരു ക്ലീൻ ഷീറ്റോട് കൂടിയിട്ട് ബാഴ്സലോണ വിജയിപ്പിക്കുന്ന ചിത്രം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആരോഹമാണ് ഗോളൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു അധ്യായത്തിൽ സംസാരിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ആ ഒരു അവസരത്തിൽ എന്താണ്, ഹാൻസി ഫ്ലിക്കിൻ്റെ ടീം റയൽ മാഡ്രിഡിൻ്റെ മേലാണ് പ്രഷർ ഇട്ടിട്ടുണ്ടായിരുന്നത്. കാരണം വെച്ചാൽ റയൽ മാഡ്രിഡ് കളിക്കാൻ പോകുന്ന അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെയാണ്. അതും ബെർണബേയിലാണ്. പക്ഷേ ഒരു മാഡ്രിഡ് ഡാബിയാണ്. മാഡ്രിഡ് ഡാബിയുടെ ഇമ്പോർട്ടൻസ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അത്ലറ്റിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു പേഴ്സണൽ പ്രൈഡിൻ്റെ ബാറ്റിൽ മാത്രമാണ്. കാരണം അവർ ഓൾറെഡി ടോപ്പ് 4 ഫിനിഷ് ചെയ്യുന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. അവരുടെ കോൺസെൻട്രേഷൻ എന്തായാലും ഇനി ആ ഒരു കപ്പ് ഫൈനലിലും അതേപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിലും ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എനിവേ, ഇതൊരു പ്രൈഡിൻ്റെ സംഭവമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഈ മത്സരത്തിനുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ ലീഗിൻ്റെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ അത്ലറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ കാര്യമായിട്ടൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാനൊന്നും ഇല്ല എന്നുള്ളതാണ്. ആകെ ചെയ്യാൻ പറ്റുന്നത് റയൽ മാഡ്രിഡിന് ഒരു അടി കൊടുക്കാൻ പറ്റുക എന്നുള്ളത് മാത്രമാണ്. പക്ഷേ അവർക്ക് അടി കൊടുക്കാൻ സാധിച്ചില്ല എന്നതാണ്. കാരണം വെച്ചാൽ മത്സരത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് കഴിയുന്ന സാഹചര്യത്തിൽ 1-0 ലീഡ് അത്ലറ്റിക്കോ മാഡ്രിഡിന് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഘട്ടത്തിൽ ആ കളി കണ്ടുകൊണ്ടിരുന്ന ആളുകളിൽ ചിലരൊക്കെ വിചാരിച്ചിട്ടുണ്ടാവുക ഇതോടുകൂടിയിട്ട് ആ ടൈറ്റിൽ റേസ് അങ്ങോട്ട് അവസാനിക്കാൻ പോവാണ് എന്നുള്ളതാണ്. കാരണം വെച്ചാൽ റയൽ മാഡ്രിഡ് ആ മത്സരം പരാജയപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ്, പോയിൻറ്റ്സ് ഡിഫറൻസ് 7 വരും. അത് പിന്നെ ഈ ഒരു 9 മത്സരങ്ങൾ ബാക്കി നിൽക്കുന്ന സാഹചര്യത്തിൽ അത് മറികടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സംഭവമായിട്ട് മാറും. പക്ഷേ റയലിനെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡ് ഹാഫിൽ അവരുടെ ഒരു കംബാക്ക് നമുക്ക് കാണാൻ സാധിച്ചു. ഫെഡെ വാൽവെർദെയും വിനി ജൂനിയറൊക്കെ ചുക്കാൻ പിടിച്ചിട്ടുള്ള ആ ഒരു കംബാക്ക്. അതിൽ തന്നെ മത്സരത്തിൽ 2-1 ലീഡ് അവർ എടുത്തെങ്കിൽ പോലും അവർക്ക് വീണ്ടും ഒരു ഗോള് കൺസീഡ് ചെയ്യേണ്ടി വന്നു. അത് മൊലീനയുടെ ഒരു വല്ലാത്ത സ്ട്രൈക്കായിരുന്നു. അങ്ങനെ 2-2 ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെയാണ് വിനി ജൂനിയറിൻ്റെ ആ ഒരു കേളർ സാധനം നമ്മൾ കാണുന്നത്. അങ്ങനെ 3-2 എന്നുള്ള സ്കോർ ലൈനിന് റയൽ മാഡ്രിഡ് വിജയിച്ച് കയറിയിരിക്കുകയാണ്. ഡിയേഗോ സിമിയോണിനെ സംബന്ധിച്ചിടത്തോളം ഇത് അദ്ദേഹത്തിൻ്റെ കരിയറിലെ 50ാമത്തെ മാനേജറിയൽ കരിയറിലെ 50ാമത്തെ മാഡ്രിഡ് ഡാബിയായിരുന്നു. അതൊട്ടും സുഖമില്ലാത്തൊരു ഫിനിഷാണ് ആ മാഡ്രിഡ് ഡാബിയിൽ അദ്ദേഹത്തിന് അനുഭവപ്പെടേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവം, വിനി ജൂനിയറാണ് ഗോൾ അടിച്ചത്. വിനി ജൂനിയറിൻ്റെ ബ്രേസാണ്. ഒന്ന് പെനാൽറ്റി സ്പോട്ടിൽ നിന്ന് മറ്റൊന്ന് കേളർ ഗോളും. അത് ഡിയേഗോ സിമിയോണിക്ക് ഒട്ടും ദഹിക്കാൻ പറ്റാത്ത തരത്തിലൊരു സംഭവമായിരിക്കും. കാരണം വെച്ചാൽ ഇവർ തമ്മിലൊരു ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇതേ സീസണിൽ തന്നെ എന്താണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ ഒരു സൂപ്പർ കോപ്പയുടെ സെമി ഫൈനലായിരുന്നു എന്നുള്ളതാണ്. അതിലും ഡിയേഗോ സിമിയോണിൻ്റെ ടീം തോറ്റുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വിനി ജൂനിയറിനെ സബ് ചെയ്യാനുള്ളൊരു തീരുമാനം ഷാബി അലോൺസോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു അവസരത്തിൽ വിനി ജൂനിയറിനെ കളിയാക്കാൻ ഡിയേഗോ സിമിയോണി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെരസ് നിന്നെ വെക്കാൻ പോവുകയാണെന്നുള്ള രീതിയിലുള്ള കാര്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നീട് ഡിയേഗോ സിമിയോണി മാപ്പൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് വിനി ജൂനിയർ മറന്നിട്ടില്ല. വിനി ജൂനിയറിനെ ഈ മത്സരത്തിലും സബ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള കൃത്യമായിട്ടുള്ള ഒരു രീതിയാണ് ആർബലോവ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഷാബി അലോൺസോ യൂസ് ചെയ്ത പോലെയല്ല. കൃത്യമായിട്ടും ആ മെസ്സേജ് സബ് ചെയ്തതിന് മുമ്പേ തന്നെ അദ്ദേഹത്തിന് പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ വിനി ജൂനിയറുമായിട്ട് ചർച്ച ചെയ്തതിന് ശേഷമാണ് ആർബലോവ ആളിനെ പിൻവലിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ എന്താണ്, ആർബലോയുടെ ഒരു രീതി, അത് ആളിവിടെ വന്നതിന് ശേഷം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു സംഭവമാണ്. ആൾ ഏത് രീതിയിലായിരിക്കും ഈ പ്ലെയേഴ്സിനെ, ഈ ബിഗ് ഈഗോ ഉള്ള പ്ലെയേഴ്സിനെ മാനേജ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റയൽ എന്ന് പറയുന്ന ക്ലബിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ടാക്ടിക്സിലൊക്കെ ഉപരി മാനേജ്മെൻറ്റ് വലിയൊരു സംഭവമാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അത് അവിടെയുള്ള ഫോമർ പ്ലെയേഴ്സൊക്കെ പറഞ്ഞുള്ളൊരു സംഭവം. കാരണം ടെക്നിക്കലി അത്രയും സൗണ്ട് ആയിട്ടുള്ള കുറേ പ്ലെയേഴ്സ് ഉണ്ടായിരിക്കും. ലോകത്തിൽ തന്നെ മികച്ച പ്ലെയർമാരുടെ ഒരു കൂട്ടമായിരിക്കും റയൽ മാഡ്രിഡ്, നമുക്കറിയുന്നത്. അതുകൊണ്ടാണല്ലോ അവരെ ഗലാക്റ്റിക്കോസ് എന്നൊക്കെ വിളിക്കുന്നത്, അല്ലേ? പല കാലങ്ങളായിട്ട് ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങളുള്ളത്. അപ്പോൾ എന്താണ്, അവരെ ഓവർ കോച്ച് ചെയ്യാണ്ട് അവരെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്താൽ തന്നെ പല കാര്യങ്ങളും നടക്കുമെന്നുള്ളത് മുമ്പേ തന്നെ പല ആളുകളും തെളിയിച്ചിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. അതിനർത്ഥം കോച്ച് ചെയ്യേണ്ടതെന്നല്ല, കോച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്, സ്ട്രക്ചർ ബിൽഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല ആ ഒരു ബിലീഫ് അത് പ്ലെയേഴ്സിന് കോച്ചിനോട് ഉണ്ടാകേണ്ട ഒരു സാഹചര്യമാണ്. അപ്പോൾ ഷാബി അലോൺസോ സംബന്ധിച്ചോളം ഒരു ക്ലബ് ലെജൻഡായിരുന്നു. പക്ഷേ ആളുടെ മാനേജ്മെൻറ്റ് കാര്യങ്ങളത്ര സുഖകരമായിരുന്നില്ല എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഫോളോ ഔട്ടുകളും സംഭവങ്ങളും സംഭവിക്കുന്നു. ആൾക്ക് അവിടെ നിന്ന് പടിയിറങ്ങി പോകേണ്ട സാഹചര്യം വരികയാണ്, അല്ലെങ്കിൽ ആളിനെ അവിടെ നിന്ന് പുറത്താക്കേണ്ട സാഹചര്യം വരികയാണ്. അങ്ങനെയാണ് ആർബലോവ കടന്നു വരുന്നത്. ആർബലോവ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ, പ്ലേയേഴ്സിന് ഈ രീതിയിലാണോ ട്രീറ്റ് ചെയ്യേണ്ടത് എന്നതൊക്കെ മറ്റൊരു ചോദ്യമാണ്, മറ്റൊരു ദിവസം ഡിസ്കസ് ചെയ്യേണ്ട തരത്തിലുള്ള സംഭവമാണ്. എന്തായാലും ഇപ്പോൾ വിനി ജൂനിയറിൻ്റെ ബെസ്റ്റ് വീണ്ടെടുക്കുന്ന ചിത്രം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഫെഡെ വാൽവെർദെയുടെ ബെസ്റ്റ് വീണ്ടെടുക്കുന്ന ചിത്രം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
വിനി ജൂനിയർ വീണ്ടും അറ്റാക്കിങ്ങിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന ചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷത്തിനിടയിലുള്ള വിനി ജൂനിയറിൻ്റെ ബെസ്റ്റ് ഫോമിലൂടെയാണ് ചെങ്ങായി പോയിക്കൊണ്ടിരിക്കുന്നത്. ആർബലോ വന്നതിന് ശേഷം 16 മത്സരങ്ങളിൽ 11 ഗോളെങ്ങാനും ചെങ്ങായി അടിച്ചിരുന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ ആ രീതിയിൽ വിനി ജൂനിയർ വീണ്ടും സ്റ്റെപ്പ് ചെയ്യുകയാണ്. വിനി ജൂനിയർ തന്നെ മത്സരത്തിന് ശേഷം പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, പെരസ് എപ്പോഴും എന്നോട് 2 ഗോൾ അടിക്കാനാണ് പറയുക. ആ രീതിയിൽ ഞാൻ 2 ഗോൾ ഇപ്പോൾ ഈ മത്സരത്തിൽ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് പെരസിന് കൂടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുകയാണെന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അതും ഒരു രസകരമായിട്ടുള്ള മറുപടി തന്നെയാണ് വിനിയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചത്. മാത്രമല്ല, ആളെ സബ് ചെയ്ത് പോകുന്ന സാഹചര്യത്തിൽ ആളൊന്ന് സിമിയോണിനെ നോക്കി ചിരിക്കാനുള്ള അല്ലെങ്കിൽ കൈയടിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതും. അപ്പോൾ കൃത്യമായിട്ടും എന്താണ്, വിനിയൊന്നും മറക്കുന്ന കൂട്ടത്തിലല്ല നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി ഫാൻസിനെ ആൾ ഏത് രീതിയിലാണ് പ്രകോപിക്കാൻ ശ്രമിച്ചത്. കാരണം വെച്ചാൽ അതിനുള്ളൊരു കാരണം ഉണ്ടായിരുന്നു. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഏത് രീതിയിലുള്ള ബാനറുകളാണ്, ടിഫുകളാണ് അതിന് മുമ്പ് മാൻ സിറ്റിയുടെ ആരാധകർ വെച്ചിട്ടുണ്ടെന്ന് നമുക്കറിയുന്നതാണ്, ബാലൻ ഡി ഓർ കിട്ടാത്ത സാഹചര്യത്തിൽ. അപ്പോൾ അതിനുള്ളൊരു മറുപടി ആയിട്ടാണ്. അപ്പോൾ അതൊക്കെ ഫുട്ബോളിൽ നടക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് ആൾക്കാരൊക്കെ. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്, ഒന്നും അങ്ങനെ മറക്കുന്ന കൂട്ടത്തിലല്ല വിനി എന്നുള്ള. വിനി പിന്നെ പറയുന്നുണ്ട്, ഈ ഒരു സമയമാകുമ്പോൾ എൻ്റെ ഫോം അങ്ങോട്ട് ഉയരുന്നുണ്ട്. അപ്പോൾ ഇത് ബിസിനസ് എൻഡ് ഓഫ് ദ സീസണിലേക്ക് കടക്കുമ്പോൾ ഫോമിലേക്ക് വിനി ജൂനിയർ വരുന്നു. പിന്നെ ഇതിൽ തന്നെ പല രീതിയിലും പലരും ചിലപ്പോൾ ചർച്ച ചെയ്യാത്ത തരത്തിലുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകം കൂടിയുണ്ട്. അതായത് ഈ സമയത്താണ് എംബാപ്പയ്ക്ക് ഇഞ്ചുറി പറ്റിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ തുടക്കം മുതൽ ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു, വിനിയും എംബാപ്പയും കോമ്പാറ്റിബിൾ ആയിരുന്നു എന്നുള്ളത്, അല്ലേ? രണ്ടുപേരും ഒരുമിച്ച് കളിക്കുമ്പോൾ അത് ടീമിന് വലിയ തോതിൽ ഗുണം ചെയ്യുമോ ഇല്ലയോ, അത് ഒരു കൊഹീസീവ് യൂണിറ്റായിട്ട് അവരെ നമുക്ക് കാണാൻ പറ്റുമോ എന്നുള്ളതാണ് ഒരു പ്രധാന ചോദ്യമായിട്ട് ബാക്കി നിൽക്കുന്നുണ്ടായിരുന്നത്. ആ ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. എന്തായാലും എംബാപ്പെ തിരിച്ചു വന്നിട്ടുണ്ട്. എംബാപ്പെ ഈ മത്സരത്തിലും സബ്ബായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ട്രെൻഡ് ഈ മത്സരത്തിൽ സബ്ബായിട്ട് വരുന്നു. ട്രെൻഡിനെ കളിപ്പിക്കാതിരുന്നതിൻ്റെ അഭ്യൂഹങ്ങൾ എന്തായിരുന്നു വെച്ചാൽ, ആൾ കൃത്യമായിട്ടും ട്രെയിനിങ്ങിൽ എത്തിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്ട്രിക്റ്റ് പരിപാടിയാണ് ആളുടെ ബെഞ്ചിലിരുത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയതെന്നുള്ള വാർത്തയ്ക്കാണ് മാർക്കൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ മിലിറ്റാവോ ഈ ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞാൽ തിരിച്ചു വരുമെന്ന് പറയുന്നു. അപ്പോൾ ബിസിനസ് എൻഡ് ഓഫ് ദ സീസണിലേക്ക് കടക്കുമ്പോൾ റയലിനെ സംബന്ധിച്ചോളം ആ ഹെൽത്തി സ്ക്വാഡിനെ കിട്ടുന്നുണ്ടെന്നുള്ളത് വളരെ വളരെ എന്താണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമായിട്ട് മാറുന്നുണ്ട്. ഇപ്പോഴും ടൈറ്റിൽ റേസ് തീർന്നിട്ടില്ല. റയൽ ക്ലാസിക്കോ ബാക്കിയുണ്ട്. ചാമ്പ്യൻസ് ലീഗിൽ ശക്തമായിട്ട് അവർ നിലകൊള്ളുന്നുണ്ട്. മാഞ്ചസ്റ്റർ സിറ്റിനൊക്കെ പരാജയപ്പെടുത്തിക്കൊണ്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിയിട്ടുണ്ട്. വിനി ജൂനിയർ ഫോം കൊണ്ടെടുത്തിട്ടുണ്ട്. ഫെഡെ വാൽവെർദെ അൺപ്ലേയബിളായിട്ട് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. തിബോ കോർട്ടോയ്ക്ക് ഇഞ്ചുറി പറ്റിയതൊരു ബാഡ് ന്യൂസാണ്. പക്ഷേ ലുലിനെ പോലുള്ള ഒരു ചങ്ങായി അവിടെ വല കാക്കാനുണ്ട്. ഈ മത്സരത്തിൽ ആളുടെ ഈ ബോൾ പ്ലേയിങ്ങിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം തന്നെ. ഓൾമോസ്റ്റ് ഒരു ഗോളൊക്കെ ചങ്ങായി ഗിഫ്റ്റ് ചെയ്യുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ. പക്ഷേ ലുലിനൊക്കെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ച് നോക്കിയാൽ ഈ മത്സരത്തിൽ സുന്ദരമായിട്ടുള്ള ചില സംഭവവികാസങ്ങൾ കൂടി നടന്നിട്ടുണ്ട്. ഒരു റയൽ മാഡ്രിഡ് ആരാധകനെ സംബന്ധിച്ചിടത്തോളം മത്സരത്തിൽ ക്യാപ്റ്റൻ സാമ്പാൻഡുമായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്ന കാർവഹാലാണ്. അതായത് കാർവഹാൽ ആരാ? കാർവഹാൽ റയൽ മാഡ്രിഡിൻ്റെ ആ ഗോൾഡൻ ഇറയിലെ അവസാനത്തെ കണ്ണിയാണ്, അല്ലേ? ലാസ്റ്റ് സർവൈവറാണ്. അങ്ങനെ ആളിനെ സബ് ചെയ്യുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും സ്റ്റാൻഡിങ് ഒവേഷനും കാര്യങ്ങളും ബെർണബ്യൂ ചങ്ങായി കൊടുക്കുന്നു. വരുന്നത് ട്രെൻഡ് അലക്സാണ്ടർ ആർണോൾഡാണ്. അങ്ങനെ കാർവഹാൽ ആ ക്യാപ്റ്റൻ സാമ്പാൻഡ് കൊടുക്കുന്നത് ഫെഡെ വാൽവെർദെക്കാണ്. ആരാണ് ഫെഡെ വാൽവെർദെ? ടോണി ക്രോസിൻ്റെ 8ാം നമ്പർ ജേഴ്സി ധരിച്ചുകൊണ്ട് റയൽ മാഡ്രിഡിന് വേണ്ടിയിട്ട് മരിച്ചു കളിക്കുന്ന ചങ്ങായി, അല്ലേ? അപ്പോൾ അങ്ങനെ ഫെഡെ വാൽവെർദെക്ക് പിന്നീട് സെക്കൻഡ് ഹാഫിൽ റെഡ് കാർഡ് കിട്ടി പുറത്തു പോകേണ്ട സാഹചര്യത്തിൽ ഫെഡെ വാൽവെർദെ ആ ക്യാപ്റ്റൻ സാമ്പാൻഡ് കൊടുക്കുന്നത് ആർക്കാ? വിനി ജൂനിയർക്ക്. വിനി ജൂനിയറിൻ്റെ റയൽ മാഡ്രിഡിലെ കരിയറിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. തുടക്കകാലത്ത് കുറേ അവഹേളനങ്ങളും കാര്യങ്ങളൊക്കെ ചങ്ങായി നേരിട്ടുണ്ടായിരുന്നുള്ളൊരു യാഥാർത്ഥ്യമായ സംഭവമാണ്. അവിടെ നിന്ന് ഇപ്പോൾ ആ ക്യാപ്റ്റൻ സാമ്പാൻഡ് ധരിച്ചിങ്ങനെ പല ബിഗ് മത്സരങ്ങളിലും റയൽ മാഡ്രിഡിന് വേണ്ടിയിട്ട് ചാമ്പ്യൻസ് ലീഗ് രാത്രികളിൽ ഡെലിവറി ചെയ്തിട്ടൊരു ഹീറോ ആയിട്ട് മാറിയിട്ടുള്ള ഒരു വിനി ജൂനിയറാണ് ഇപ്പോൾ ക്യാപ്റ്റൻ സാമ്പാൻഡ് ധരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യമാണ്. അതും സുന്ദരമായിട്ടുള്ളൊരു ദൃശ്യമായിരുന്നു. അങ്ങനെ അത് ആദ്യമായിട്ടൊന്നുമല്ല, പക്ഷേ സ്റ്റിൽ അതൊരു ഫാൻറ്റാസ്റ്റിക് മൊമെൻ്റാണ്. പിന്നെ വിനി ജൂനിയറിനെ സബ് ചെയ്യുന്ന സാഹചര്യത്തിൽ വിനി ജൂനിയർ ആ ക്യാപ്റ്റൻ സാമ്പാൻഡ് കൊണ്ട് കൊടുക്കുന്നത് ആർക്കാ? ലുനിൻ എന്ന് പറയുന്ന പ്ലെയർക്കാണ്. എന്തുകൊണ്ട് ലുനിൻ കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ആ ഒരു സംഭവം അവിടെ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലുനിനെ സംബന്ധിച്ചോളം ചരിത്രത്തിൽ ആദ്യമായിട്ട് ക്യാപ്റ്റൻ സാമ്പാൻഡ് ചങ്ങായി ധരിക്കുകയാണ്. അപ്പോൾ അത് ആൾക്കൊരു അവസരത്തിൽ കൊടുക്കാൻ പോകുന്നൊരു ബൂസ്റ്റ്, മൊറാൽ ബൂസ്റ്റ് ചെറുതൊന്നും ആയിരിക്കില്ല. റയൽ മാഡ്രിഡ് പോലുള്ള ഒരു ക്ലബിൻ്റെ ക്യാപ്റ്റൻ സാമ്പാൻഡ് ധരിക്കുക, ബെർണബ്യൂവിൽ കളിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 8 വർഷക്കാലമായിട്ട് അവിടെ ഉണ്ട്. പല ബിഗ് മൊമെൻറ്റുകളിലും ചങ്ങായി ഡെലിവറി ചെയ്യുന്നു നമ്മൾ കണ്ടിട്ടുണ്ട്. അറിയാം ആൾക്ക് തന്നെ അവിടെ മെയിൻ കീപ്പറായിട്ടല്ല തുടരുന്നത്. പക്ഷേ ആ സെക്കൻഡ് കീപ്പറായിട്ട് എപ്പോഴൊക്കെ തന്നെ ആവശ്യമുണ്ടോ അപ്പോഴൊക്കെ ഇറങ്ങി വരാനായിട്ട്, ആ വല കാക്കാൻ ഇറങ്ങി വരാനായിട്ട് ചങ്ങായി തയ്യാറെടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ആളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തിബോ കോർട്ടോയ്ക്ക് ഇഞ്ചുറി പറ്റുന്ന ഈ ഒരു സമയത്ത് ഈ ഒരു ക്യാപ്റ്റൻ സാമ്പാൻഡ് കൂടി ധരിച്ചതിൻ്റെ ഒരു മൊറാൽ ചെറുതായിരിക്കില്ല ആളിനെ ബൂസ്റ്റ് ചെയ്യപ്പെടുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിവേ അത്തരത്തിലുള്ളൊരു ഒരു സുന്ദരമായിട്ടുള്ള കാര്യം കൂടി അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ പ്ലെയർ പവർ നല്ലൊരു കാര്യമാണോ അല്ലയോ എന്നുള്ളത്
ചർച്ച ചെയ്യപ്പെടുന്ന തരത്തിലുള്ള സംഭവം തന്നെയാണ്. ബിഗ് ഈഗോസുകളെ മാനേജ് ചെയ്യൽ റയൽ മാഡ്രിഡ് പോലുള്ള ഒരു ക്ലബ്ബിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം തന്നെയാണ്. ആർബലോയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തുടർച്ചയായി 6 മത്സരങ്ങൾ വിജയിച്ചിരിക്കുകയാണ്. മാൻ സിറ്റിനെ പരാജയപ്പെടുത്തിക്കൊണ്ട്, പെപ് ഗോർഡിയലിനെ ഹോമിൻ്റെ വേ പരാജയപ്പെടുത്തിക്കൊണ്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ജോസെ മൗറിനിയോനെ ഹോമിൻ്റെ വേ പരാജയപ്പെടുത്തിയിട്ടാണ് ചാമ്പ്യൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് 16 എത്തിയിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ 6 മത്സരങ്ങൾ വിജയിച്ചുകൊണ്ട് അവിടെ ഒരു കൃത്യമായിട്ടുള്ളൊരു ബാലൻസ് കണ്ടെത്താൻ ചങ്ങായിക്ക് സാധിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ജൂഡ് ബെല്ലിംഗാം തിരിച്ചു വന്നിട്ടുണ്ട്, കിലിയൻ എംബാപ്പെ തിരിച്ചു വന്നിട്ടുണ്ട്, ബിഗ് പ്ലെയേഴ്സ് തിരിച്ചു വരികയാണ്. ഇനി എങ്ങനെ ചങ്ങായി ആ ബാലൻസ് സോർട്ട് ഔട്ട് ചെയ്യുക എന്നുള്ളത് കണ്ടറിയേണ്ട തത്സംഭവമാണ്. അപ്പോൾ ഈ കിലിയനൊന്നും ഇല്ലാത്ത സാഹചര്യത്തിലാണ് വിനി ജൂനിയർ അങ്ങോട്ട് സ്റ്റെപ്പ് ചെയ്തിട്ടുള്ളത്. വിനി ജൂനിയർ വേറൊരു രീതിയിലേക്ക് മാറിയിട്ടുള്ളത് അത് കാണാനൊരു ആകാംക്ഷയുണ്ട്. കാരണം ഷാബി അലോൺസോയും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരെയൊക്കെ ഒരുമിച്ച് കളിപ്പിക്കാനാണ്, ഒരു ബാലൻസ് കണ്ടെത്താനാണ്. വിനി, ജൂഡ്, അതേപോലെ തന്നെ എംബാപ്പെ ഇവരൊക്കെ ഒരുമിച്ച് കളിപ്പിക്കുമ്പോൾ ബാലൻസ് കണ്ടെത്താനാണ് ചങ്ങായി ശരിക്കും ഇടങ്ങാറായിട്ടുണ്ടായിരുന്നത്. ഇവിടെ ആർബലോയെ സംബന്ധിച്ചിടത്തോളം ആ ഇഞ്ചുറി ശരിക്കും കുറച്ചൊന്ന് ആശ്വാസമായിരുന്നു. ഇവിടെ കിലിയൻ എംബാപ്പെ ഒരു ഫാന്റാസ്റ്റിക് പ്ലെയറാണ് അല്ലേ, കിടിലൻ പ്ലെയറാണ്. വിനി ജൂനിയർ കിടിലൻ പ്ലെയറാണ്, ജൂഡ് ബെല്ലിംഗാം കിടിലൻ പ്ലെയറാണ്. പക്ഷേ ഈ കിടിലൻ പ്ലെയർമാരെല്ലാവരെയും ഒരുമിച്ചൊരു ബാലൻസ് ഉള്ളൊരു യൂണിറ്റായിട്ട് എങ്ങനെ പ്രവർത്തിപ്പിക്കാൻ പറ്റും? ആർബലോയ്ക്ക് എന്താണ് അതിനുള്ള ഉത്തരം കാണാനായിട്ട് ആകാംക്ഷയുണ്ട്. അപ്പോൾ ഇനി ബാക്ക് ടു ഡാർബി. അപ്പോൾ എന്താണ് റയലിനെ സംബന്ധിച്ചിടത്തോളം ഡാർബി അത്ര നല്ല റെക്കോർഡല്ല ലാ ലീഗയിൽ റീസെൻ്റായിട്ട് ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ. അതായത് ഇത് ലാ ലീഗയിലെ സെപ്റ്റംബർ 2022 ശേഷമുള്ള ആദ്യത്തെ ഡാർബി വിജയമാണ് റയലിനെ സംബന്ധിച്ചിടത്തോളം. ഇതിനിടയിൽ കുറേ സമനിലകൾ അത്ലറ്റിക് ജയിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ലീഗിലെ കാര്യം പറഞ്ഞത്. അതേപോലെ തന്നെ 2021 ഡിസംബറിന് ശേഷമാണ് ബെർണബേയിൽ ഒരു മാഡ്രിഡ് ഡാർബി റയൽ മാഡ്രിഡ് ജയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിജയമാണ്, പ്രത്യേകിച്ച് ആ ഒരു കോൺടെക്സ്റ്റ് കൂടി കൺസിഡർ ചെയ്യുമ്പോൾ. അന്ന് ഡിസംബർ 2021 അസൻസിയോയും കരിം ബെൻസിമയാണ് 2-0 വിജയത്തിൽ ഗോളുകൾ അടിച്ചിട്ടുണ്ടായിരുന്നത്. മത്സരത്തിലെ പരിപാടിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ റയലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ഒരു ഇച്ഛാശക്തി അത് ഈ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. ആ സെക്കൻഡ് ഹാഫിലുള്ള അവരുടെ ആ ഒരു ഒരു അരമൗണ്ടാണ് അവർ നടത്തിയിട്ടുള്ള രീതി അത് ഫാന്റാസ്റ്റിക് ആയിരുന്നു. നമ്മൾ പലപ്പോഴും ബെർണബേയിൽ കണ്ടിട്ടുള്ള തരത്തിലുള്ള സംഭവം തന്നെയാണ്. അതായത് ഒപ്പോസിഷൻ ടീമിലെ പ്ലെയേഴ്സ് ബെർണബേയിൽ ബിഗ് മത്സരങ്ങളിൽ, പ്രത്യേകിച്ച് യൂറോപ്യൻ രാത്രികളിലാണ് നമ്മളത് കൂടുതലും കാണാറുണ്ടായിരുന്നത്, മിസ്റ്റേക്കുകൾ വരുത്തുന്നത്. ആ രീതിയിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് മിസ്റ്റേക്കുകൾ വരുന്നതാണ് നമുക്ക് സെക്കൻഡ് ഹാഫിൽ കൂടുതലും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ആ മിസ്റ്റേക്കുകൾ വരുത്താൻ അല്ലെങ്കിൽ വരുത്തിപ്പിക്കാൻ റയൽ മാഡ്രിഡിന് സാധിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതിൽ തന്നെ ഈ പറഞ്ഞ പോലെ ആർബലോ ഒരു സിസ്റ്റം ഇപ്പോൾ മുമ്പോട്ടേക്ക് വെക്കുന്നുണ്ട്. ആ 4-4-2 സാധനം തന്നെയാണ്. അതിലിപ്പോൾ ബ്രഹീം ഡിയാസും വിനി ജൂനിയറും നല്ല രീതിയിൽ കോംപ്ലിമെൻ്റ് ചെയ്ത് കളിക്കുന്നുണ്ട്. ഒരാൾ ചിലപ്പോൾ ഫോൾസ് നൈറ്റ് കളിക്കും, അല്ലെങ്കിൽ രണ്ടുപേരും ഫോൾസ് നൈറ്റ് കളിക്കും. ഒരാൾ ഫോൾസ് നൈറ്റ് കളിക്കുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ മറ്റാൾ ഡ്രിഫ്റ്റ് ചെയ്ത് പോകും. പക്ഷേ അവരുടെ ആ ഒരു പൊസിഷനിലുള്ള റൊട്ടേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഈ ഡിഫൻസിനെ സംബന്ധിച്ചിടത്തോളം ഇടങ്ങർ പിടിച്ചൊരു സംഭവമാണ്. ഓപ്പോസിഷൻ ഡിഫൻസിനെ സംബന്ധിച്ചിടത്തോളം വിനി ജൂനിയർ ലെഫ്റ്റിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യും, ബ്രഹീം ലെഫ്റ്റിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യും, ബ്രഹീം റൈറ്റിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യും, ഈവൻ വിനി റൈറ്റിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യും. വിനി റൈറ്റിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് പോയിട്ടാണ് ഒരു യെല്ലോ കാർഡൊക്കെ ഹാൻഡ്സ്കൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ നമ്മൾ ഈ ഡിയേഗോ സിമോൻ്റെ ടീമിനെ നമ്മൾ സൂക്ഷ്മമായിട്ട് വിലയിരുത്തി കഴിഞ്ഞാൽ കുറേ പൈസയും കാര്യങ്ങളൊക്കെ ചങ്ങായി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡിയേഗോ സിമോണിൻ്റെ പഴയ ടീമിൻ്റെ ആ ഒരു ഡിഫൻസ് ഇപ്പോൾ അവർക്ക് അവകാശപ്പെടാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. എന്നാലും ഡിഫെൻഡ് ചെയ്യാനൊക്കെ ശ്രമിക്കും. പക്ഷേ ഇൻഡിവിജ്വലി ആ പ്ലെയേഴ്സൊക്കെ കാര്യമായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുന്ന തരത്തിലുള്ള പ്ലെയേഴ്സാണ്. അപ്പോൾ ലെനോർമാനാണ് ഈ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹാൻസ്കോയുടെ കൂടെ. രണ്ടുപേരും ആവറേജ് ഡിഫൻഡർമാരാണ്, രണ്ടുപേരും ശരിക്കും ഇടങ്ങറായിട്ടുണ്ടായിരുന്നു. ലെഫ്റ്റ് ബാക്കായിട്ട് റുജേരി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഇറ്റാലിയനാണ്. റൈറ്റ് ബാക്കായിട്ട് ലോറൻറ്റെ, ചങ്ങായുടെ വിശ്വസ്തനാണ് ലോറൻറ്റെ എന്നുള്ള കാര്യം നോക്കണമെന്നുണ്ട്. ആൾ റയൽ മാഡ്രിഡ് അക്കാഡമിയിൽ ഉണ്ടായിരുന്നൊരു ചങ്ങായിയാണ് ലോറൻറ്റെ അത്രയും ഫിറ്റായിട്ടുള്ളൊരു ചങ്ങായിയാണ്. അത് വേറെ കാര്യം. എനിക്ക് തോന്നുന്നു ആ ഗ്രൗണ്ടിൽ ഫിറ്റായിട്ടുണ്ടായിരുന്ന 2 പ്ലേയേഴ്സ്, അത് ഏറ്റവും ഫിറ്റായിട്ടുണ്ടായിരുന്ന 2 പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ലോറൻറ്റെ, ഒന്ന് ഫെഡെ വാൽവെർദെ ആയിരിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിൽ തന്നെ മിഡ്ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ കാർഡോസോ സ്റ്റാർട്ട് ചെയ്യുന്നു, കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു. കൊക്കയുടെയൊക്കെ ലെഗ്സൊക്കെ പോയിട്ട് കുറേ ആയി എന്നുള്ളതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ്. പക്ഷേ സ്റ്റിൽ ആൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബാരിയോസ് ഇല്ലാത്ത സാഹചര്യത്തിൽ പിന്നെ ഗ്രീസ്മാൻ, ഹൂലിയൻ അൽവാരസ്, സിമിയോണി റൈറ്റ് സൈഡിൽ, ലുക്മാൻ ലെഫ്റ്റ് സൈഡിൽ, അൽവാരസ് സ്ട്രൈക്കറായിട്ട്. പക്ഷേ ഡ്രോപ്പ് ചെയ്ത് വരുന്ന തരത്തിൽ ഗ്രീസ്മാനും അൽവാരസും ആ പൊസിഷൻ ഇൻ്റർചേഞ്ച് ചെയ്ത് കളിക്കുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇതാണ് ഡിയേഗോ സിമോണിൻ്റെ ടീമിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നത്. റയലിനെ സംബന്ധിച്ചിടത്തോളം ടോണി റൂഡിഗറും ഹൗസിനും തന്നെ ഡിഫൻസിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഫ്രാൻ ഗാർസിയ ലെഫ്റ്റ് ബാക്കായിട്ട്, റൈറ്റ് ബാക്കായിട്ട് കാർവാൽ സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ കീപ്പറായിട്ട് ലുനിൻ. മിഡ്ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ തിയാഗോ പിറ്റാർച്ച്, അതേപോലെ തന്നെ ചൊമേനി തന്നെ, പിന്നെ ആർദ ഗുലിയർ ഉണ്ട്, ബ്രഹീം ഡിയാസ് ഉണ്ട്, ഫെഡെ വാൽവെർദെ ഉണ്ട്, വിനി ജൂനിയർ ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ ചൊമേനി വൺസ് അഗെയിൻ ഫാന്റാസ്റ്റിക്കാണ് കളിച്ചുള്ളത്. തിയാഗോ പിറ്റാർച്ചിനെ സംബന്ധിച്ചിടത്തോളം അത്ര ടോപ്പായിട്ടുള്ളൊരു മത്സരം ആയിരുന്നില്ല ഇതെന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. പക്ഷേ സ്റ്റിൽ എന്താണ്
ആ ടീമിൽ ആൾക്ക് ഇടം പിടിക്കാൻ സാധിച്ചിരിക്കുകയാണ് സീനിയർ ടീമിൽ. അത്തരത്തിലുള്ള ഒരു വിശ്വാസം ആ പ്ലെയറിൽ അർപ്പിക്കാൻ, അല്ലെങ്കിൽ കസ്റ്റിയ പ്ലേയേഴ്സിൽ അർപ്പിക്കാൻ അർബലോക്ക് സാധിക്കും. അതും അർബലോയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കേണ്ടതായിട്ടുണ്ട്. ഈ യങ് പ്ലേയേഴ്സിന് കൊടുക്കുന്ന ആ ഒരു കോൺഫിഡൻസ്, അത് ചെറുതല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയ സംഭവം തന്നെയാണ് അല്ലേ. അപ്പോൾ ഇനി എന്താണ്, മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ കാർവാഹാലിൻ്റെ ഒരു അറ്റംപ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പിറ്റാർച്ചാണ് ആ ലെഫ്റ്റ് സൈഡിൽ ബോൾ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിറ്റാർച്ച് ബോൾ വിൻ ചെയ്യുന്നു, എന്നിട്ട് അത് വിനി കൊടുക്കുന്നു. വിനി ആ ലെഫ്റ്റിൽ നിന്ന് ബോക്സിലേക്ക് അതുമായിട്ട് വരികയാണ്. വിനി വീണ് പോകുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ പെനാൽറ്റിക്കായിട്ടുള്ളൊരു ശ്രമമാണ്. അവിടെ ഒരു കോൺടാക്റ്റ് ഇല്ല, അത് ഒരു ആവശ്യമില്ലാത്തൊരു വീഴ്ചയാണ്. എന്നാൽ ബ്രഹീം ഡിയാസ് ബോക്സിലെ ബോൾ പിക്ക് ചെയ്യുന്നു. ബ്രഹീം ഡിയാസ് അത് കട്ട് ബാക്ക് ചെയ്ത് കൊടുക്കുകയാണ് ലെഫ്റ്റ് സൈഡിൽ നിന്ന്. അപ്പോഴേക്കും അറൈവ് ചെയ്ത് വരുന്നത് ആരാണ്? കാർവാഹാലാണ്. കാർവാഹാലിൻ്റെ അറ്റംപ്റ്റ് മൂസോ എന്ന് പറയുന്ന കീപ്പർ ചെയ്യുകയാണ്. അപ്പോൾ എന്താണ്, ഒബ്ലാക്കല്ല അത്ലറ്റിയുടെ വല കാക്കുന്നത് മൂസോമാണ്. അതേപോലെ തന്നെ റയലിൻ്റെ വല കാക്കുന്നത് തിബോ കോർട്ടോ അല്ല, ലുനിനാണെന്നുള്ള കാര്യമാണ്. അപ്പോൾ ആ രീതിയിൽ സെക്കൻഡ് ചോയ്സ് കീപ്പർമാരാണ് രണ്ട് സൈഡിലും വല കാക്കാനായിട്ട് വരുന്നത്. പിന്നെ ഇതേപോലെ തന്നെ ഗ്രീസ്മാൻ്റെ അടുത്ത് ബോൾ നഷ്ടപ്പെടുന്നു. അപ്പോൾ അത് ഒരു ഫൗളാണെന്നുള്ളതായിരിക്കും ഗ്രീസ്മാൻ്റെയൊക്കെ വാദം ഉണ്ടായിരിക്കുക. യെസ്, അതൊരു 50-50 സാധനമാണ്. ഫെഡെ വാൽവെർദെ വിനിനെ റിലീസ് ചെയ്യുന്നു. ഫെഡെ വാൽവെർദെ റൈറ്റ് സൈഡിലാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും നമുക്ക് ഓൾ ഓവർ ദ പ്ലേസ് അദ്ദേഹത്തിന് കാണാൻ പറ്റുന്നുണ്ട്. ആൾക്കാർ കൊടുത്തിട്ടുള്ള ഫ്രീഡം, അത് കൃത്യമായിട്ടും അത് ഏത് രീതിയിലാണ് റയൽ മാഡ്രിഡിന് ഗുണം ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഓഫ് സൈഡാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷേ അത് ഓഫ് സൈഡ് അല്ല എന്നുള്ളതാണ് പിന്നീട് റീപ്ലേ കണ്ടപ്പോൾ കാണാൻ പറ്റുന്നത്. പക്ഷേ എന്താണ്, അവിടെ എനിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ല ആ ബോളുമായിട്ട്. പിന്നെ ലുക്മാൻ ലെഫ്റ്റിൽ നിന്ന് കട്ടിൻ സൈഡ് ചെയ്ത് വരുന്നു. ലുക്മാൻ ഒരു ത്രെട്ടായിരുന്നു. ഒരു പെനാൽറ്റി ഷോട്ട് വരികയാണ്. അപ്പോൾ റുഡിഗറും കാർവാഹാലും കൂടിയിട്ട് അവിടെ ലുക്മാനെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചാണ്. അവിടെ വലിയ കോൺടാക്റ്റ് ഒന്നുമില്ല, പെനാൽറ്റി കൊടുക്കേണ്ട ഒരു സംഭവമല്ല. അപ്പോൾ ഇവിടെ കാർവാഹാൽ പലപ്പോഴും മുമ്പോട്ടേക്ക് പോയി അറ്റാക്കിൽ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കും. റുഡിഗറിനെ സംബന്ധിച്ചിടത്തോളം ആ റൈറ്റ് ചാനൽ തന്നെ ഡിഫെൻഡ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഫെഡെ വാൽവെർദെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പോൾ കാർവാഹാലിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ആവറേജ് ആയിട്ടുള്ളൊരു ഗെയിമായിരുന്നു. അത്ര നല്ല രീതിയിലല്ല ചങ്ങായി കളിച്ചത്. 34 വയസ്സായി, വലിയ ഇഞ്ചുറി ഒക്കെ കഴിഞ്ഞിട്ട് വരികയാണ്. ഇനിയിപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൽ നിന്നൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ കാർവാഹാൽ ആയതുകൊണ്ട് ഒരു കംബാക്ക് നടത്തിയാലും അതിശയപ്പെടേണ്ടതില്ല എന്നാണ്. പക്ഷേ പോരാ, ആ രീതിയിൽ തന്നെയാണ് കാർവാഹാൽ ഈ മത്സരത്തിലും പെർഫോം ചെയ്തിട്ടാണ്. ആ ഒരു രീതിയിലൂടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ അത്ലറ്റിക്കോമായിട്ടും ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ റുഡിഗർ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ റുഡിഗറും കഴിഞ്ഞ കുറച്ച് മത്സരങ്ങൾ കണ്ട രീതിയിൽ അത്ര ടോപ്പായിട്ടല്ല ഈ മത്സരത്തിലും കളിച്ചിട്ടുണ്ടായിരുന്നത്. ഹൗസൻ ഹാഡ് എ ഫാന്റാസ്റ്റിക് ഗെയിം, വൺസ് അഗൈൻ എ ഫാന്റാസ്റ്റിക് ഗെയിം. മനോഹരമായാണ് ഹൗസൻ ഡിഫെൻഡ് ചെയ്തിട്ടുള്ളത്. ആ ഒരു കാംനെസ്സും കാര്യങ്ങളൊക്കെ ഹൗസൻ ഈ മത്സരത്തിലും കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ ഈ മത്സരത്തിലെ ഫസ്റ്റ് ഒരു വല്ലാത്തൊരു മൊമെൻ്റ് നമ്മൾ കാണുന്നത് ബാക്കിൽ നിന്ന് റയൽ മാഡ്രിഡ് ബിൽഡ് ചെയ്യുകയാണ്. അപ്പോൾ പിറ്റാർച്ച് ആ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് നീങ്ങി പോയിട്ടുണ്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട്, ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യുന്നതിനായിട്ട്. അതേപോലെ തന്നെ ചൊമേനി സ്വാഭാവികമായിട്ടും ഡിഫൻസിൽ നിന്ന് ബോൾ റിസീവ് ചെയ്യാൻ ചൊമേനി ഉണ്ട്. റുഡിഗറിനാണ് ചൊമേനി ബോൾ റിസീവ് ചെയ്യുന്നു. ആളങ്ങനെ പ്രസ് ചെയ്യുന്നുണ്ട് അത്ലറ്റിക് മാഡ്രിഡ് പ്ലെയർ. പക്ഷേ അവിടെ പ്രസ് റെസിസ്റ്റൻ്റ് ആയിട്ട് ബോളുമായിട്ട് മുമ്പോട്ടേക്ക് വരികയാണ് ചൊമേനി. എന്നിട്ട് റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ഫെഡെ വാൽവെർദെ കൊടുത്തു. ഹാഫ് ഫൈലിൻ്റെ അടുത്ത് റൈറ്റ് സൈഡിലാണ് നിൽക്കുന്നത് ഫെഡെ വാൽവെർദെ. ആളുടെ ഫസ്റ്റ് ടച്ച്, അപ്പോൾ ആളുടെ അടുത്തേക്ക് വന്നിട്ടേ ഹാൻസ്കോ ആളിനെ ഡിഫെൻഡ് ചെയ്യാവുന്ന രീതിയിൽ ജമ്പ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഹാൻസ്കോൻ്റെ പേസിനെ കുറിച്ച് നല്ല ധാരണ ഫെഡേക്ക് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ സ്വന്തം എബിലിറ്റിയിൽ നല്ല വിശ്വാസമുള്ളൊരു ചങ്ങായാണ് ഫെഡെ വാൽവെർദെ. നമുക്ക് എല്ലാവർക്കും പറയുന്നതാണ്. ഫെഡെ അമ്മാതിരി ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആളുടെ ഫസ്റ്റ് ടച്ച് എന്ന് പറഞ്ഞാൽ ഹാൻസ്കോൻ്റെ മുമ്പിലാണ് ബോൾ ഇട്ടുള്ളത്. എന്നിട്ട് അങ്ങോട്ട് ഓടി ഹാൻസ്കോക്ക് ഉണ്ട് ഈ ചെങ്ങാനെ പിടിച്ചാൽ കിട്ടുന്നത്. എന്ത് ജാതി വോട്ടാണത്. അങ്ങനെ ഫെഡെ അതുമായിട്ട് ബോക്സിലേക്ക് പോവാണ്. മറ്റൊരു ഡിഫൻഡർ ആളുടെ അടുത്തേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട് ഹാൻസ്കോനെ സഹായിക്കാനായിട്ട്. ഫട്ടെ ഒരു രക്ഷയില്ല. ബോക്സിൻ്റെ റൈറ്റ് സൈഡിലേക്ക് എത്തി ആൾ ഷോട്ട് അൺലീഷ് ചെയ്യുന്ന അവിടെ അൺലക്കിയാണ് ഫെഡെ വാൽവെർദെ. അത് പോസ്റ്റ് തട്ടി വരികയാണ്. പോസ്റ്റ് തട്ടി വരുന്നത് അത്ലറ്റിക് മാഡ്രിഡിലേക്ക് എത്തുന്നു. അവിടെ തന്നെ ആ ഡ്യൂവിൽ വിൻ ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ഫെഡെ വാൽവെർദെ. പക്ഷേ ആ ബോളുമായിട്ട് അത്ലറ്റിക് മാഡ്രിഡ് മുമ്പോട്ടേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. ഫെഡെ വാൽവെർദെ നിൽക്കുന്നത്. വേറെ ആരെങ്കിലേക്കാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിക്കും. ഫെഡെ ഉണ്ട് റെസ്റ്റ് എടുക്കുന്നത്. ഫെഡെ തിരിച്ചു വരികയാണ്, ട്രാക്ക് ബാക്ക് ചെയ്യാണ്. എന്നതിന് ശേഷം ആ ബോൾ വിൻ ചെയ്യുകയാണ്. അതാണ് ഫെഡെ വാൽവെർദെ എന്ന് പറയുന്ന എൽ ഹാൽക്കൺ. ഇങ്ങനെയാണോ ഈ ചെങ്ങായിടൊക്കെ പെർഫോമൻസ് ഇങ്ങനെ കാണുമ്പോൾ, ആ ബാഡ്ജിന് വേണ്ടി മരിക്കുന്നത് കാണുമ്പോൾ രോമാഞ്ചം വരാണ്ടിരിക്കുക. ഒരു ന്യൂട്രലായിട്ടുള്ള എനിക്ക് പോലും പലപ്പോഴും ഈ ചെങ്ങായുടെ കളി കാണുമ്പോണ്ടല്ലോ കോരിത്തരിപ്പ് വരാറുണ്ട്. കാരണം അമ്മാതിരി ചെങ്ങയാണ്, ആ ബാഡ്ജിന് വേണ്ടി മരിക്കാനിടയായിട്ടുള്ളൊരു ചെങ്ങയാണ്. അതൊരു വല്ലാത്തൊരു മൊമെൻ്റായിരുന്നു മത്സരത്തിലേത്. പിന്നെ എങ്ങനെയാണ് ലോറൻറ്റയുടെ ഒരു ചാൻസ് വരുന്നത് മത്സരത്തിൽ ആദ്യത്തെ കോൺട്രവേഴ്ഷ്യൽ മൊമെൻറ്റ് പിറക്കുന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൽ റയൽ മാഡ്രിഡ് ഡിഫെൻഡിങ് അത്ര നല്ലതല്ല. റയൽ മാഡ്രിഡിൻ്റെ പ്രസ്സിങ് ചില സാഹചര്യങ്ങൾ നല്ലതായിരുന്നു, ചില സമയത്ത് നല്ലതായിരുന്നു. പക്ഷേ ഒരു കോർഡിനേറ്റഡ് പ്രസ് മത്സരത്തിന് പല സമയത്തും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു കൺസേൺ ആയിട്ടുള്ള സംഭവം തന്നെയാണ് റയൽ മാഡ്രിഡ്. അതിനിപ്പോൾ എംബാപ്പയും കൂടി വരുമ്പോൾ ഏത് രീതിയിലേക്ക് അത് മാറും എന്നുള്ളത് നമുക്ക് ഒന്നും പറയാനുള്ള സംഭവമാണ്. അതായത് ഇപ്പോൾ ബ്രഹീം ഡിയാസ് കളിക്കുന്നതോടിയിട്ട് കുറേ കൂടി ബെറ്ററായിട്ട് അവർ ഫ്രണ്ടിൽ നിന്ന് പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഫെഡയും ഒബ്വിയസ്ലി അതിനായിട്ടുള്ള പരിപാടികൾ ചെയ്യുന്നുണ്ട്.
പക്ഷേ വിനിയും എംബാപ്പയും ഒരുമിച്ച് കളിക്കുമ്പോൾ ഏത് രീതിയിലായിരിക്കും അവരുടെ പ്രസ് എന്നുള്ളത് കണ്ടറിയേണ്ട തരത്തിലുള്ള ഒരു സംഭവം തന്നെയാണ്. വിനിയും ഈ മത്സരത്തിൽ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ എന്താ പറയുക, ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രസ്സിങ് ഇല്ല, അല്ലെങ്കിൽ കോർഡിനേറ്റഡ് പ്രസ്സിങ് ഇല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് സംഭവം. അപ്പോൾ ഈ ഒരു അവസരത്തിൽ എന്താണ് ആ റൈറ്റ് സൈഡിലൂടെ അത്ലറ്റിക് മാഡ്രിഡ് അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ എനിക്കൊന്ന് ആദ്യം ഫ്രാൻ ഗാർസിയ ജമ്പ് ചെയ്യുന്നു, പിന്നെ ഹൗസിൻ ജമ്പ് ചെയ്യുന്നു. അപ്പോൾ അവിടെ എനിക്കൊന്ന് ലോറൻറ്റയും പിന്നെ ജൂലിയാനോ സിമിയോണിയും തമ്മിലാണ് ഒരു 1-2 കളിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം ഗ്രീസ്മാനെ റിലീസ് ചെയ്തു. അപ്പോൾ ഗ്ലോറിയസ് ചാൻസ് ആയിപ്പോയി. ഗ്രീസ്മാൻ അവിടെ നിൽക്കുന്നുണ്ട് ബോക്സിൽ, ലോറൻറ്റയുടെ റണ്ണ് കാണുന്നുണ്ട്. ഗ്രീസ്മാൻ ലോറൻറ്റെ റണ്ണ് പിക്ക് ചെയ്യുന്നു, ലോറൻറ്റെ ഷോട്ട് അൺലീഷ് ചെയ്യുന്നു. പക്ഷേ ആ ഷോട്ട് അൺലീഷ് ചെയ്ത് അത് ലുലിൻ സേവ് ചെയ്തു. ആൾ സ്പില്ല് ചെയ്തെങ്കിലും ആളത് സേവ് ചെയ്യുന്നു. പക്ഷെ അവിടെ പിന്നെ ആ ഷോട്ട് അൺലീഷ് ചെയ്തതിന് ശേഷം കാർവഹാലിൻ്റെ ഒരു വിരലുണ്ട്, സ്ലൈഡിങ് ടാക്കിളാണ്, നല്ല ഫോഴ്സാണ് വന്നുള്ളത്, റെക്ലെസ് ചാലഞ്ചാണ്. അപ്പോൾ അതോടുകൂടി എന്താണ് ലോറൻറ്റെ തലയടിച്ച് വീഴുന്ന ചിത്രം നമുക്ക് കാണാൻ സാധിച്ചു ആ ബോക്സിൽ. അത് പെനാൽറ്റി കൊടുക്കേണ്ട തരത്തിലുള്ള സംഭവമാണെന്ന് വെച്ചാൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ പെനാൽറ്റി കൊടുക്കേണ്ട തരത്തിലൊരു സംഭവം തന്നെയാണ്. യെസ്, വേണമെങ്കിൽ ഒരു വാദം ഉന്നയിക്കാം, ഷോട്ട് അൺലീഷ് ചെയ്തതിന് ശേഷമാണ് അത് സംഭവിച്ചത്. ഷോട്ട് അൺലീഷ് ചെയ്തതിന് ശേഷം തന്നെയാണ്, സ്റ്റിൽ അതൊരു റെക്ലെസ് ചാലഞ്ചാണ്, ഭയങ്കര ഫോഴ്സിലാണ് വന്നിട്ടുള്ളത്. അതൊരു പെനാൽറ്റിയും യെല്ലോ കാർഡും വേർത്തി ആയിട്ടുള്ളൊരു ചാലഞ്ചായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ രീതിയിലാണ് കാർവഹാലിൽ അത്ര ഷാർപ്പ് അല്ലാതെയാണ് കളിക്കുന്നതെന്നുള്ളതാണ്. ലോറൻറ്റയ്ക്ക് പിന്നെ ആ തലക്കടിയിട്ടതിന് ശേഷം ശരിക്കും ഡിസിയൊക്കെ ആയിട്ട് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ആൾ ഗ്രൗണ്ടിൽ നിന്ന് പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവിടെ റയൽ മാഡ്രിഡ് ലക്കി ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയട്ടും. അവിടെ ആ ഡിസിഷൻ എനിക്കൊന്ന് സ്വന്തമായിട്ട് VR ചെക്ക് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ റെഫറിനോട് പോയി സ്ക്രീനിൽ പോയി നോക്കാനൊന്നും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നത് ആ ഷോട്ട് അൺലീഷ് ചെയ്തുകൊണ്ടായിരിക്കണം അത്തരത്തിലുള്ളൊരു ഡിസിഷനിലേക്ക് എത്തിയെന്നാണ്. പക്ഷേ സ്റ്റിൽ ഷോട്ട് അൺലീഷ് ചെയ്താൽ പോലും റെക്ലെസ് ചാലഞ്ച് ആണെങ്കിൽ കൊടുക്കാവുന്നതേ ഉള്ളൂ എന്നുള്ള കാര്യം ഓർക്കേണ്ടത്. അപ്പോൾ ഇവിടെ ലോറൻറ്റയ്ക്ക് അത് സ്കോർ ചെയ്യാമായിരുന്നു, ലോറൻറ്റെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഫിനിഷ് ചെയ്യണമായിരുന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വാദം. അപ്പോൾ അങ്ങനെ ഒരു ഗ്ലോറിയസ് ഓപ്പർച്യൂണിറ്റി അവർക്കുണ്ടായിരുന്നു. പിന്നെ കാർവഹാലിൻ്റെ റൈറ്റ് സൈഡിൽ നിന്നുള്ള ക്രോസ്, ഗുലിയറിൻ്റെ ഒരു വോളി ജസ്റ്റ് വൈഡായിട്ട് പോകുന്നു. പിന്നെ 18ാമത്തെ മിനിറ്റിൽ ഈ ലോറൻറ്റെ പറഞ്ഞ പോലെ ഡിസി ആയിട്ട് പുറത്തുപോയി ട്രീറ്റ്മെൻറ്റിനായിട്ട്. ആ അവസരത്തിൽ 10 പേര് വെച്ച് കളിക്കുകയാണ് അത്ലറ്റിക് മാഡ്രിഡ്. 21ാമത്തെ മിനിറ്റിൽ കോർണറിൽ കേവസ് സംഭവിക്കുകയാണ് ബോക്സിൽ. അപ്പോൾ അതിൽ വിനി ജൂനിയറിൻ്റെ ഒരു ഡബിൾ അറ്റംപ്റ്റ് നമ്മൾ കണ്ടു. 2 തവണയും ഗോൾ ലൈൻ ക്ലിയറൻസ് നടത്തുന്നത് ജൂലിയാനോ സിമിയോണിയാണ്. അവിടെ ഹാൻഡ് ബോൾ അപ്പീലുണ്ട്, ഹാൻഡ് ബോൾ ഒന്നുമല്ല അവിടെ എന്നുള്ള കാര്യം ഓർക്കണതാണ്. വിനീനെ സംബന്ധിച്ചിടത്തോളം അത്ലറ്റികോ മാഡ്രിഡിനെതിരെ ഈ മത്സരത്തിന് മുമ്പായിട്ട് ലാലിഗയിൽ ഒരു ഗോൾ പോലും അടിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു സംഭവമുണ്ട്. ആ ഒരൊറ്റ ഗോൾ മാത്രമേ ചങ്ങായി അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അത്ലറ്റിക്കോക്കെതിരെ ഈ മത്സരം തുടങ്ങുന്നത് വരെ. ആ റെക്കോർഡും തിരുത്തി കുറിക്കുന്നൊരു സാഹചര്യം കാണാൻ സാധിച്ചു. പിന്നെ റയലിൻ്റെ നല്ല പ്രസിംഗ് നമ്മൾ കാണുന്ന റൈറ്റ് സൈഡിൽ സ്വാഭാവികമായിട്ടും അവിടെ ഫെഡെ ഇൻവോൾവ് ആണ്, ബ്രഹീം ഇൻവോൾവ് ആണ്, ഗുലിയർ ഇൻവോൾവ് ആണ്. ബോൾ ഹയർ അപ്പ് ദ പിച്ച് വിൻ ചെയ്യാണ്. ഹാൻഡ്സ്കോ ഒക്കെ വളരെ വളരെ മോശമാണ്. ഓൺ ദ ബോളൊക്കെ ഒരു എന്താ പറയുക, ഒരു ഉറപ്പിലാണ് കളിക്കുന്നത്. അങ്ങനെ ആ ബോൾ ലെഫ്റ്റിലേക്ക് നീക്കുന്നു, വിനി ജൂനിയറിൻ്റെ ഷോട്ട് വൈഡായിട്ട് പോകുന്ന സാഹചര്യങ്ങളാണ്. അപ്പോൾ അഗെയിൻ അവിടെ പ്രസ് വർക്ക് ആകുന്നുണ്ട്, ചില സാഹചര്യങ്ങൾ വർക്ക് ആകുന്നു, ചിലപ്പോൾ തീരെ കോർഡിനേറ്റഡ് അല്ലാത്ത പ്രസ് പോലെ നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ മത്സരം ഇങ്ങനെ പുരോഗമിക്കുകയാണിതിനിടയിൽ എങ്ങനെയാണ് ലുക്മാൻ ലീഡ് നേടിക്കൊടുക്കുന്നത് അത്ലറ്റിക്കോ മാഡ്രിഡിന്. അതൊരു ബ്യൂട്ടിഫുൾ മൂവായിരുന്നു അത്ലറ്റിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതിൽ ഹുലിൻ അൽവാരസിൻ്റെ ഡയഗണൽ, ലെഫ്റ്റിലേക്കുള്ള ഡയഗണൽ വാസ് ഇംപ്രസീവ്. ഓക്കെ, ആ മൂവ് തുടങ്ങുന്നതിന് മുമ്പ് ഫെഡെ വാൽവെർദയുടെ ഒരു ക്രോസ് ഒക്കെ ഉണ്ടായിരുന്നു, ബോക്സിലേക്ക് ഒരു ക്രോസ്. അതിന് ടേക്കേഴ്സ് ഇല്ലാത്തൊരു സാഹചര്യം നമുക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഫെഡെ വാൽവെർദെ റൈറ്റ് സൈഡിൽ അറ്റാക്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. പിന്നെ നമുക്ക് ആളിനെ ഡിഫൻസിലും കാണാൻ പറ്റുന്നുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ കാർവഹാൽ ആ ഒരു അവസരത്തിൽ എന്താണ് അറ്റാക്കിനായിട്ട് പോയിട്ടുണ്ട്. കാർവഹാൽ ആളുടെ ഈ ഒരു ഗോൾ ഡിഫെൻഡ് ചെയ്ത രീതിയെ കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് കാർവഹാലിൻ്റെ ഭാഗത്ത് നിന്ന്. അപ്പോൾ ഈ ഡയഗണൽ വരുന്നു, ലുക്മാനിലേക്കാണ് കൊടുത്തുള്ളത്. അപ്പോൾ ലുക്മാനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് റുഡിഗർ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്, ജമ്പ് ചെയ്ത് പോയിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഫെഡെ വാൽവെർദെ അവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ലുക്മാൻ പിന്നെ വെയിറ്റ് ചെയ്തു ആ ഒരു ഓവർലാപ്പിംഗ് റണ്ണിനായിട്ട്. ഫുൾ ബാക്കിൻ്റെ രുചേരി ഓവർലാപ്പിംഗ് റണ്ണ് നടത്തിയിട്ട് വരുന്നുണ്ട്. രുചേരി ബോക്സിലേക്ക് ആ ഒരു ക്രോസ് കൊടുത്തുള്ള സാഹചര്യത്തിൽ ജൂലിയാനോ സിമിയോണി ബോക്സിലേക്ക് വന്നിട്ട് ജൂലിയാനോ സിമിയോണിയുടെ നല്ലൊരു ഫ്ലിക്ക് നമ്മൾ കാണാം. അപ്പോൾ ഹൗസിന് അത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ സാധിച്ചില്ല. ആ ഫ്ലിക്ക്, അത്തരത്തിലുള്ള ഫ്ലിക്കുകളും കാര്യങ്ങളൊക്കെ വളരെ വളരെ ഡിഫെൻഡ് ചെയ്യൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള സംഭവമാണ്. കാർവഹാൽ സെൻട്രൽ ഏരിയയിലൂടെയാണ് താഴെ ഡ്രോപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. കാരണം റുഡിഗർ തൻ്റെ ഒരു ഏരിയയിലേക്ക് നീങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും റുഡിഗറിന് ഒരു ബാക്കപ്പ് കൊടുക്കണമല്ലോ. പക്ഷേ അവിടെ ലുക്മാൻ്റെ റണ്ണ് കൃത്യമായിട്ടൊന്നും കാർവഹാൽ ട്രാക്ക് ചെയ്തില്ല. ലുക്മാനെ സംബന്ധിച്ചോളം ഒരു സിമ്പിൾ ഫിനിഷ്, പക്ഷേ സ്റ്റിൽ കമ്പോസറോടുകൂടി ഫിനിഷ് ചെയ്യുന്ന ഒരു സാഹചര്യം. നമ്മുടെ കീപ്പറിൻ്റെ കാര്യമായിട്ടൊന്നും പറയാനില്ല എന്നാണ്. ഡിഫെൻഡിങ് മോശമായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതാണ് ആ രീതിയിലാണ് ലുക്മാൻ ജാനുവരിയിൽ അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് വന്നിട്ടുള്ള ചങ്ങായാണ് ലീഡ് നേടിക്കൊടുക്കുന്നത്. ബെർണബേയിൽ ലുക്മാൻ ഗോൾ അടിക്കുകയാണ്. പിന്നീട് ഹാഫ് ടൈമിലേക്ക് പോകുന്നതിന് മുമ്പ്
കാർവഹാലിൻ്റെ റൈറ്റ് സൈഡിൽ നിന്നുള്ള ക്രോസിൽ ചൊമേനിയുടെ ബോക്സിലേക്കുള്ള ക്രാഷിങ് നമ്മൾ കാണും. ബ്യൂട്ടിഫുൾ റണ്ണാണ്. അത് ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല അത്ലറ്റിക്കോ മാഡ്രിഡിന്. ഹെഡർ അറ്റംപ്റ്റ് ജസ്റ്റ് വൈഡായിട്ട് പോകുന്നു. അതേപോലെ തന്നെ എന്താണ് ഗുലേറിൻ്റെ ഷോട്ട് മൂസോ സ്പില്ല് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ മൂസോന്ന് അത്ര കോൺഫിഡൻസ് കൂടിയിട്ടല്ല കളിക്കുന്നുണ്ടായിരുന്നത്. അത്ര ഡിഫിക്കൽട്ടായുള്ള ഒരു ഷോട്ടൊന്നും അല്ല, പക്ഷേ സ്പില്ല് ചെയ്യുന്നു. ഫെഡെ വാൽവേർദെ അതിലേക്ക് ബൗൺസ് ചെയ്യാൻ ശ്രമിക്കുന്ന സാധ്യത എങ്ങനെയൊക്കെ ഡിഫെൻഡ് ചെയ്ത് കളിയാണ് അത്ലറ്റിക്കോ മാഡ്രിഡ്. എനിവേ 1-0 ലീഡുമായിട്ടാണ് അവർ ആ ഒരു ഹാഫ് ടൈമിൽ പോകുന്നത്. അതിന് മുമ്പ് ഗ്രീസ്മാൻ്റെ 1-2 നല്ല ഡിഫെൻഡിങ് മുഹൂർത്തങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ ചങ്ങായി ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത്ലറ്റിക്കോ മാഡ്രിഡ് ഗ്രീസ്മാനെ വേണ്ടത് അപ്പുറത്താണ്. പക്ഷേ അവർ ഡ്രോപ്പ് ചെയ്ത് വരികയായിരുന്നു. ഹാഫ് കഴിയാൻ നേരത്ത് അവിടെ അപ്പോൾ ഡിഫെൻഡ് ചെയ്യേണ്ട ഒരു ദൗത്യം ഗ്രീസ്മാൻ്റെ മുന്നിലുണ്ട്. ഗ്രീസ്മാൻ അത് ചെയ്യുകയാണ്. ക്രോസ് തടയുന്നു, അതേപോലെ തന്നെ മറ്റു രീതിയിൽ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. എന്തായാലും ഹാഫ് ടൈമിലേക്ക് പോകുമ്പോൾ 10 അറ്റംപ്റ്റുകൾ റയൽ മാഡ്രിഡ് നടത്തിയതിൽ 5 ഒരു ടാർഗറ്റിലേക്ക് അടിക്കുന്നു. അത്ലറ്റിക്കോ മാഡ്രിഡ് 5 നടത്തിയതിൽ 3 ഒരു ടാർഗറ്റിലേക്ക് അടിക്കുന്നു. സെക്കൻഡ് ഹാഫ് തുടങ്ങുകയാണ്. സെക്കൻഡ് ഹാഫ് തുടങ്ങി അത്ലറ്റിക്കോ മാഡ്രിഡ് ആ ഫസ്റ്റ് ഹാഫ് എങ്ങനെയാണോ അവസാനിപ്പിച്ചത് ആ രീതിയിൽ തന്നെയാണ് സെക്കൻഡ് ഹാഫ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഡ്രോപ്പ് ചെയ്യാനുള്ള തീരുമാനം എടുക്കുന്നു. ഈ അത്ലറ്റിക്കോ മാഡ്രിഡ് മനസ്സിലാക്കേണ്ടതല്ല. എനിക്ക് ഡിയേഗോ സിമിയോണോട് പറയാനുള്ളത് വെച്ചാൽ ഇത് ഡിയേഗോ സിമിയോണിൻ്റെ പഴയ അത്ലറ്റിക്കോ മാഡ്രിഡ് അല്ല. റിസൾട്ട് ഗ്രൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സൈഡൊന്നും അല്ല. ഡിഫെൻഡ് ചെയ്യാൻ നല്ല രീതിയിൽ ഇടങ്ങാവുന്നൊരു സൈഡാണ്. അപ്പോൾ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ച് കഴിഞ്ഞാൽ പണി കിട്ടും. നേരെ മറിച്ച് ആ ഒരു എനർജിയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് അറ്റാക്ക് ചെയ്ത് ഞാൻ ഗോളെങ്കിലും അടിക്കുക. കാരണം ക്വാളിറ്റി പ്ലേയേഴ്സ് ഉണ്ട് അപ്പ് ഫ്രണ്ട്. ഡിഫെൻഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ, ലീഡ് പ്രൊട്ടക്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നടക്കുന്ന പരിപാടിയൊന്നും അല്ല ഈ ടീമിനെ കൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അത് ആൾ എത്രയും പെട്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ആ രീതിയിൽ പിന്നെ വേറെ ഒരു ഡിഫെൻസീവ് മെക്കാനിസം ഇനി വളരെ പെട്ടെന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരും ആൾ. ലെനോർമാനെ പിൻവലിച്ചിട്ട് ആളുടെ വിശ്വസനായിട്ടുള്ള ഹൊസമ ഹിമെനസിനെ കൊണ്ടുവരുന്നു. പക്ഷേ ഹിമെനസാണ് മിസ്റ്റേക്കുകൾ വരുത്തിയിട്ടുണ്ടായിരുന്നത് പിന്നീട്. അതേപോലെ തന്നെ കാർഡോസോയുടെ മിസ്റ്റേക്കുകളുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് പിന്നെ വിനി ജൂനിയറിൻ്റെ പെനാൽറ്റി സംഭവിക്കുന്നത്, ആ ഇൻസിഡൻറ്റ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ വിനി ജൂനിയർ അടിച്ച പെനാൽറ്റി സംഭവിക്കുന്നത്? ബ്രഹീം ഡിയാസാണ് പെനാൽറ്റി വിൻ ചെയ്യുന്നത്. അതിൽ കാർഡോസോനെ സംബന്ധിച്ചിടത്തോളം 2 തവണ ക്ലിയർ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. 2 തവണ. ഫെഡെ വാൽവേർദെ റൈറ്റ് സൈഡിലൂടെ അറ്റാക്ക് ചെയ്യുകയാണ്. ആളുടെ ക്രോസ് ബോക്സിൽ നിൽക്കുന്ന കാർഡോസിലേക്ക് എത്തുകയാണ്. കാർഡോസ് പാസ് ചെയ്യാൻ ശ്രമിച്ചതാണ് ബോക്സിൽ തന്നെ. പുവർ പാസ്. അത് റയൽ മാഡ്രിഡ് വീണ്ടും അവിടെ ബോൾ വിൻ ചെയ്യുകയാണ്. എവിടെ? അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ബോക്സിൽ. ഓക്കെ, ആ ഒരു മിസ്റ്റേക്ക് സംഭവിക്കുന്നു. വീണ്ടും റയൽ മാഡ്രിഡ് ബോൾ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നു. വീണ്ടും അവിടെ അത്ലറ്റിക്കോ മാഡ്രിഡ് കുറച്ച് സമയത്തിന് ശേഷം ബോൾ വിൻ ചെയ്യുകയാണ് ലെഫ്റ്റ് സൈഡിൽ. ബോൾ വിൻ ചെയ്തതിന് ശേഷം ഈ ബോക്സിൽ തന്നെ നിൽക്കുന്ന കാർഡോസിലേക്ക് പാസ് കൊടുത്താണ്. ആളുടെ ടച്ച് വാസ് ഓഫുൾ. വീണ്ടും പൊസിഷൻ കളയുകയാണ് അവിടെ കാർഡോസോ. വീണ്ടും റയൽ മാഡ്രിഡ് പൊസിഷൻ വിൻ ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ വരുത്തി കഴിഞ്ഞാൽ അത് പണിഷ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സൈഡാണല്ലോ റയൽ മാഡ്രിഡ്. അങ്ങനെ പിന്നെ ഫെഡെ വാൽവേർദെ ബ്രഹീം ഡിയാസിനെ പിക്ക് ചെയ്യുന്നു ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ. ഹാൻസ്കോ നല്ല രീതിയിൽ ഇടങ്ങലാവുന്നുണ്ട് മത്സരത്തിൽ. അവിടെ ഹാൻസ്കോക്ക് ഈ ബ്രഹീം ഡിയാസിൻ്റെ ട്രിക്കറിക്ക് മുമ്പിൽ ആൾ കാലിടുന്നു. അത് ഫൗളാണ്, പെനാൽറ്റി ആണോ, ഒന്നും ചെയ്യാനൊന്നുമില്ല. അത് ആ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് മാത്രം ഞാൻ സംസാരിക്കുന്നുള്ളൂ. വേറെ മറ്റു മത്സരങ്ങൾ അത് കൊടുത്തില്ലേ ഇത് കൊടുത്തില്ലേ അതിലേക്ക് ഇപ്പോൾ കടന്നിട്ട് കാര്യമൊന്നുമില്ല. ആ ഒരു ഇൻസിഡൻറ്റ് അത് പെനാൽറ്റിയാണ്. അത്തരത്തിലുള്ള ഇൻസിഡൻറ്റുകൾ മുമ്പ് കൊടുത്തില്ലെങ്കിൽ അത് ശരിയല്ല, അത് പെനാൽറ്റിയാണ്, ഒന്നും പറയാനില്ല. വിനി ജൂനിയറെ സംബന്ധിച്ചിടത്തോളം അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ ആദ്യമായിട്ട് ലാ ലീഗയിൽ ഗോൾ അടിക്കാനുള്ള അവസരമാണ്. ആൾ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നു. ആൾ അപാര കോൺഫിഡൻസിലാണ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. യെസ്, ആളുടെ പെനാൽറ്റിക്ക് റീസെൻ്റായിട്ട് മാൻ സിറ്റിക്കെതിരെ മെസ്സി എന്നൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. പക്ഷേ മാൻ സിറ്റിക്കെതിരെ തന്നെ ചങ്ങായി ഗോൾ അടിച്ചിട്ടുണ്ട് പെനാൽറ്റിയിൽ നിന്ന് തന്നെ. ഈ തവണ ആൾ ഗോൾ അടിക്കുന്നു. 1-1 ആകുന്നു. മത്സരം പുരോഗമിക്കുന്നു. പിന്നെ ഒരു കൗതുകരമായിട്ടുള്ള സ്റ്റാറ്റ് ഉണ്ടായിരുന്നു. മത്സരത്തിന് 55-ാമത്തെ മിനിറ്റിൽ കൊമൻറ്റേറ്റേഴ്സ് പറഞ്ഞിട്ടുള്ള സംഭവമാണ്, ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സംഭവമാണ്. അതായത് അതുവരെ ഒരു ഫൗള് പോലും റയൽ മാഡ്രിഡ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത്, അല്ലെങ്കിൽ റെഫറി വിളിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമായിട്ട് സംഭവം. കാരണം വെച്ചാൽ കാർവഹാലിൻ്റെ ഒരു ഫൗളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ ഗ്രീസ്മാൻ്റെ നേരെ നടത്തിയിട്ടുള്ളതൊക്കെ ഒരു ഫൗളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എനിവേ, അതുവരെ ഒരു ഫൗൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട്. പിന്നെ എങ്ങനെയാണ് ഫെഡെ വാൽവേർദെ മത്സരത്തിൽ റയൽ മാഡ്രിഡ് ലീഡ് നേടിക്കൊടുക്കുന്നത്? അപ്പോൾ അത് അഗെയിൻ മിസ്റ്റേക്കാണ് അത്ലറ്റിനെ സംബന്ധിച്ചിടത്തോളം. അത്ലറ്റി ലോങ് ബോൾ അടിക്കുന്നു. റയൽ മാഡ്രിഡ് ബോൾ വിൻ ചെയ്യാണ്. ഫെഡെ റൈറ്റ് സൈഡിലൂടെ അറ്റാക്ക് ചെയ്യുകയാണ്. റൈറ്റ് സൈഡിൽ അറ്റാക്ക് ചെയ്യുമ്പോൾ പൊസഷൻ റയൽ മാഡ്രിഡ് നഷ്ടപ്പെടുന്നുണ്ട് അവിടെ. ഓക്കെ, അത്ലറ്റിക് മാഡ്രിഡിന് പൊസഷൻ കിട്ടിയിട്ടുണ്ട്. കിട്ടിയ പൊസിഷൻ എന്തെന്ന് വെച്ചാൽ അവർ ബാക്ക് പാസ്സാണ് കൊടുക്കുന്നത്. എനിക്കൊന്ന് ഹാൻസ്കോ തന്നെയാണ് കൊടുത്തതെന്ന് തോന്നുന്നു. ഹാൻസ്കോ ആണോ വിജയറിയാണോ കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. അത് ത്രോയിലേക്ക് അടിച്ച് കളി, അല്ലെങ്കിൽ അടിച്ച് കളി എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി. അല്ലെങ്കിൽ യെസ്, ആ പാസ് കൊടുത്തതും കുഴപ്പമുള്ള സംഭവമൊന്നുമല്ല. പൊസിഷൻ ഹിമെനസിന് കൊടുത്തതാണ്. ഹിമെനസ് അവിടെ ഒരു റൈറ്റ് ഡിസിഷൻ എടുക്കുമെന്നൊരു ബോധ്യത്തിന് പുറത്തായിരിക്കണം ഹിമെനസിന് പാസ് കൊടുത്തിട്ടുണ്ടായിരിക്കുക. ഹിമെനസ് എന്താ അവിടെ ചെയ്ത്? അവിടെ ഫെഡെ വാൽവേർദെ അവിടെ നിൽക്കുന്ന കൂട്ടത്തിലല്ലല്ലോ. ആളവിടെ ആ പൊസിഷൻ അവിടെ റയൽ മാഡ്രിഡ് നഷ്ടപ്പെടുന്ന കാര്യത്തിലും ആളവിടെ ആ പ്രസ്സിനായിട്ട് മുമ്പോട്ടേക്ക് പോകണം. ആളുടെ എനർജി ലെവൽ വേറെ ലെവലാണ്, നമുക്ക് എല്ലാവരും പറയുന്നതാണ്. ഹൊസമ ഹിമെനസ് എന്താ ചെയ്തത്? ഫെഡെ വാൽവേർദെയാണ് ആളിനെ പ്രസ് ചെയ്യാൻ വരുന്നത്. പാസ് ചെയ്യാൻ ശ്രമിച്ചതാ. ഫെഡെ വാൽവേർദെൻ്റെ കാര്യമെല്ലാം തട്ടിയത്. ഫെഡെ വാൽവേർദെ പിന്നെ ട്രിവാല ഫിനിഷ് ബോക്സിൽ
പുൾ ഓഫ് ചെയ്ത് നമുക്ക് കാണുന്നത് ആ രീതിയിൽ റയൽ മാഡ്രിഡ് ലീഡ് നേടിക്കൊടുക്കുന്നു, അവർ കംബാക്ക് നടത്തുന്നു. എന്നതിന് ശേഷം ഫെഡെ വാൽവെർദെ ബാഡ്ജ് പിടിച്ചിട്ടുള്ള സെലിബ്രേഷൻ കാണുമ്പോൾ റയൽ മാഡ്രിഡിൻ്റെ ആരാധകന് കോരിത്തരിപ്പ് വന്നിട്ടുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. കാരണം നിങ്ങളിൽ ഒരാളാണ് അയാൾ, എൽ ഹാൽഖാൻ. അങ്ങനെ 2-1 പക്ഷേ അഗെയിൻ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ അവർ തന്നെ മിസ്റ്റേക്ക് വരുത്തുന്ന സാഹചര്യം. പക്ഷേ അഗെയിൻ അത് ഫെഡെ വാൽവെർദെയുടെ ഒരു പ്രസ്സിങ്ങിലൂടെ സംഭവിച്ചുള്ളൊരു കാര്യമാണെന്നുള്ളത് എടുത്തു പറയാൻ പറ്റും. പിന്നെ ഈ ഗോൾ കൂടി വന്നതിന് ശേഷം ട്രിപ്പിൾ ചേഞ്ച് വരുത്താനുള്ള തീരുമാനമെടുക്കുന്നു ഡിയേഗോ സിമിയോണി. സൊർലോത്തിനെയും നീക്കോ ഗൊൺസാലസിനെയും മൊലീനയും കൊണ്ടുവരുന്നു, ഗ്രീസ്മാനെയും ലുക്മാനെയും കാർഡോസിനെയും പിൻവലിക്കുകയാണ്. കാർഡോസ് മത്സരത്തിന് ശേഷം പറഞ്ഞത് എന്താണ്, റെഫറി അത്ര ഫെയർ ആയിരുന്നില്ല, നമ്മുടെ ഫൗളുകൾ മാത്രമേ വിളിക്കുന്നില്ല രീതിയിലാണ്. എനിക്ക് കാർഡോസോട് പറയാനുള്ളത്, നീ നിൻ്റെ പണി വൃത്തിക്ക് ചെയ്തിരുന്നെങ്കിൽ പ്രത്യേകിച്ച് വേറെ ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളതാണ്. കാരണം അവിടെ ആ പെനാൽറ്റിയൊക്കെ കൺസിഡർ ചെയ്തതിൽ നല്ല വൃത്തിക്ക് മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട് കാർഡോസോ, അത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ ലൊറൻസോ മിഡ്ഫീൽഡിലേക്ക് നീങ്ങി, മൊളീന റൈറ്റ് ബാക്കായിട്ട് മാറി ഈ ചേഞ്ചസ് ഒക്കെ വരുത്തിയുള്ള സാഹചര്യത്തിൽ പിന്നെ എന്താണ് നമ്മൾ കാണുന്നത്, 59-ാമത്തെ മിനിറ്റിലാണ് ലുനിൻ ഓൾമോസ്റ്റ് ആ ഗോള് 59-ാമത്തെ മിനിറ്റിലാണ് ലുനിൻ ബോൾ നേരെ അത്ലറ്റിക്കോ മാഡ്രിഡ് പ്ലെയറിലേക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ ചൊമേനിയാണ് രക്ഷക്കെത്തിണ്ടായിരുന്നത്, ചൊമേനിയാണ് അവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് അപ്പം തന്നെ ഈക്വലൈസർ അടിച്ചേനെ. അധികം വൈകാതെ ഈക്വലൈസർ അത്ലറ്റിക്കോ മാഡ്രിഡ് അടിക്കുന്നു നമുക്ക് കാണാൻ സാധിച്ചു. അത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? മൊലീനയുടെ ഒരു തണ്ടർ സ്ട്രൈക്കാണ്. വാട്ട് എ ഗോൾ മാൻ! മൊലീന ഈ അടുത്താണ് ഒരു പുഷ്കാസ് വർത്തി ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഓക്കെ, ഒന്നല്ലേ, എപ്പോഴേലൊക്കെ എങ്ങനെയൊക്കെ സംഭവിച്ചാന്ന് വിചാരിക്കുക. ഇതാ വീണ്ടും അടിച്ചിരിക്കുന്നത് ബെർണബേയിൽ, ആ റൈറ്റ് ഹാഫ് സ്പേസിൽ നിന്ന് ചെങ്ങായുടെ ഷോട്ട്. അത് ലുനിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും ചെയ്യാനൊന്നുമില്ല. അമ്മാതിരി സാധനമാണ്. എന്താ അതിലെ ഫോഴ്സ്, എന്താ അതിൻ്റെ ആ ഒരു ആംഗിൾ, അത് കാണാൻ തന്നെ ഭയങ്കര രസമാണ്. അങ്ങനെ 2-2 മൊലീന ബാങ്ങർ നമ്മൾ കണ്ടിരിക്കുകയാണ്. പിന്നെ എന്താണ്, പിന്നെ ബാങ്ങർ വരുന്നതിന് മുമ്പേ തന്നെ പിറ്റാർച്ചിനെയൊക്കെ പിൻവലിച്ചിട്ടുണ്ടായിരുന്നു. കാരണം പിറ്റാർച്ച് മൊലീനേനെ പുറകിൽ നിന്ന് വന്ന് ഫൗൾ ചെയ്തിട്ട് യെല്ലോ കാർഡ് വാങ്ങുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ ആ ദിവസത്തിലാണ് ട്രെൻഡിനെയും എംബാപ്പേനെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പിറ്റാർച്ചിനെയും കർവഹാലിനെയും പിൻവലിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നു. കർവഹാൽ നേരെ ക്യാപ്റ്റൻ സാമ്പാൻഡി കൊടുത്തത് ഫെഡെ വാൽവെർദേക്കാണ് ആ ഒരു സാഹചര്യത്തിൽ. പിന്നെയാണ് മൊലീന ബാങ്ങറൊക്കെ വരുന്നത്. പിന്നെ ലൊറൻസോ എംബാപ്പേനെ പുള്ളി ചെയ്തതിന് ആൾക്കും യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു മൊമെൻ്റാണ് സത്യം പറഞ്ഞാൽ ഈ ടൈറ്റിൽ റേസിൽ തന്നെ. കാരണം വെച്ചാൽ അത്ലറ്റിക്കോ മാഡ്രിഡിന് ഇനി ബാസയ്ക്കെതിരെ കളിയുണ്ട്. ആ കളിയിൽ ലൊറൻറ്റോ ഉണ്ടായിരിക്കില്ല. ലൊറൻറ്റോ വളരെ ഇമ്പോർട്ടൻ്റ് ആയ പ്ലെയറാണ്. അപ്പോൾ അത് ബാഴ്സലോണയ്ക്ക് ഒരു ഗുണമായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പിന്നെ ബയറിനെ കൊണ്ടുവന്ന ജൂലിയാനോ സിമിയോണിക്ക് പകരമായിട്ട് ജൂലിയാനോ സിമിയോണി പോയതിൻ്റെ ഒരു വിടവ് ഉണ്ടായിരുന്നു അത്ലറ്റിക് മാഡ്രിഡിൻ്റെ സൈഡിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഡിഫൻസിലും അപാരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന തരത്തിലുള്ള ചങ്ങയാണ്, ഒരു പ്രോപ്പർ ബാഡ്ജിന് വേണ്ടി കളിക്കുന്ന തരത്തിലുള്ള ചങ്ങയാണ്. പിന്നെ എന്താണ്, ബയന വന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻസിഡൻറ്റ് ബയനുമായിട്ട് ഫെഡെ വാൽവെർദേക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യം നമ്മൾ പിന്നീട് കണ്ടിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ പക്ഷേ വിനി ജൂനിയറിൻ്റെ 3ാമത്തെ ഗോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത്, അതിൽ ട്രെൻഡ് അലക്സാണ്ടർ ആർണോൾഡിൻ്റെ ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം ഷോൾഡർ ഡ്രോപ്പ് ചെയ്തിട്ട് ചെങ്ങായി പോയിട്ടുള്ളൊരു പോക്കുണ്ട്. അതായത് ബോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഫ്രാൻ ഗാർസിയ റൈറ്റ് സൈഡിലേക്ക് നീക്കി കൊടുത്തു. അത് ആൾ തന്നെ അങ്ങോട്ടേക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് പോകുന്നു, ആളിനെ പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത്ലറ്റിക്കോ മാഡ്രിഡ് നടപടിയാകുന്നില്ല. അങ്ങനെ ട്രെൻഡ് അലക്സാണ്ടർ ആർണോൾഡിലേക്ക് ആ ബോൾ എത്തുകയാണ്. ട്രെൻഡ് അലക്സാണ്ടർ ആർണോൾഡിലേക്ക് ആ ബോൾ എത്തിയുള്ള സാഹചര്യത്തിൽ ആളൊരു ഷോൾഡർ ഡ്രോപ്പ് ഇടുന്നു. എന്നിട്ട് ആ ബോളുമായിട്ട് ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. അതിന് ശേഷം ആളുടെ വിഷൻ ഉണ്ട്, ആൾക്ക് എവിടെയാണ് വിനി ജൂനിയർ നിൽക്കുന്നത് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. വിനി ജൂനിയർ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുകയാണ്, വിനി ജൂനിയർ പിക്ക് ചെയ്യുന്നു, വിനി ജൂനിയർ കട്ടിൻ സൈഡിൽ വന്നിട്ടേ എനിക്കൊന്ന് ബയനെയാണ് ക്ലോസ് ആയിട്ട് ആൾക്ക് ആ ഷോട്ട് അടിക്കുന്ന കാര്യത്തിൽ നിൽക്കുന്നതായിരുന്നു. ആൾക്ക് കൃത്യസമയത്ത് ക്ലോസ് ഡൗൺ ചെയ്യാൻ സാധിക്കുന്നില്ല, ഷോട്ട് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. നല്ലൊരു കളർ സാധനം, അങ്ങനെ ഗോൾ അടിക്കുന്നു, 3-2. അപ്പം അങ്ങനെ ആ ഇമ്പോർട്ടൻറ്റ് ഗോൾ വർക്കാണ്. അതിന് ശേഷമാണ് ആ ഫെഡെ വാൽവെർദേയുടെ മൊമെൻറ്റ് സംഭവിക്കുന്നത്, റെഡ് കാർഡ് മൊമെൻറ്റ് സംഭവിക്കുന്നത്. അപ്പോൾ അതിൽ വിനി ജൂനിയർ ഒരു ഫ്ലിക്ക് നടത്താനുള്ള ശ്രമമുണ്ട്. അവിടെ അത് അത്ലറ്റിക്കോ മാഡ്രിഡ് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു. പിന്നെ ഫെഡെ വാൽവെർദെ ബയനയുടെ പുറകിലൂടെ വന്നിട്ട് ഒരു നാസ്റ്റി ചാലഞ്ച് നടത്തിയിട്ടുണ്ട്. അത് ഫെഡയും വിചാരിക്കുന്നത്, കളി കാണുന്ന നമ്മളൊക്കെ വിചാരിക്കുന്നത് യെല്ലോ കാർഡ് ആണെന്നുള്ളത് തന്നെയാണ്. പക്ഷേ റെഫറി നേരെ എടുത്തത് റെഡ് കാർഡാണ്. ഫെഡെ വാൽവെർദെ ഞെട്ടി, ആർബലോ ഞെട്ടി, വിനി ജൂനിയർ തർക്കിക്കുന്നുണ്ട്. മൊത്തത്തിൽ ആ സ്റ്റേഡിയത്തിലുള്ള എല്ലാവരും ഞെട്ടി, കളി കാണുന്ന നമ്മൾ ഞെട്ടി. അത് റെഡ് കാർഡ് കൊടുക്കേണ്ട തരത്തിലുള്ള സംഭവം ഉണ്ടോ എന്നുള്ളതാണ് പ്രധാന ചോദ്യമായിട്ട് ബാക്കി നിൽക്കുന്ന. ആ റീപ്ലേ എത്ര തവണ കണ്ടിട്ടും അത് റെഡ് കാർഡ് കൊടുക്കേണ്ട തരത്തിലുള്ള സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അവിടെ സ്റ്റഡ്സ് അപ്പ് ആയിട്ടുള്ളൊരു ചാലഞ്ച് ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടെ എന്താണ് ആ ഷിൻ ഏരിയയിലൊക്കെയാണ് അത് കൊണ്ടിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. യെസ്, അതിൽ ഫോഴ്സ് ഉണ്ടായിരുന്നു വെച്ചാൽ യെസ് ഫോഴ്സ് ഉണ്ടായിരുന്നു, പുറകിൽ നിന്ന് വന്നിട്ട് നടത്തിയുള്ളൊരു ചാലഞ്ചാണ്. അപ്പോൾ അവിടെ എന്നാൽ പോലും അതൊരു മാക്സിമം യെല്ലോ എന്നുള്ളൊരു ഗണത്തിൽ തന്നെയാണ് പെടുത്താൻ പറ്റുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്.
നിങ്ങൾക്ക് വേറെ രീതിയിൽ തോന്നാം. എന്തായാലും റയൽ മാഡ്രിഡ് അതിന് അപ്പീൽ ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പിന്നെ മാത്രമല്ല 1 മാച്ച് ബാൻ ആയിരിക്കും അതിന് കിട്ടുക. ഇനിയിപ്പോൾ അത് റെഡ് കാർഡായിട്ട് തന്നെ തുടർന്നു കഴിഞ്ഞാൽ. പക്ഷേ ആ ക്രൂഷ്യൽ സമയത്ത് ആ റെഡ് കാർഡ് സംഭവിക്കുന്നു. അങ്ങനെയാണ് ഫെഡെ വാൽവെർദെ ആ ക്യാപ്റ്റൻ ആംബാൻഡ് വിനി ജൂനിയർ കൊടുക്കുന്നത്. അവിടെ ഒരു VR ചെക്ക് നടന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ റഫറിയുടെ തീരുമാനം മാറ്റേണ്ട എന്നുള്ളതായിരുന്നു VRൻ്റെ ഡിസിഷൻ ഉണ്ടായിരുന്നത്. പക്ഷേ അത് അറ്റ്ലീസ്റ്റ് ആ റഫറിനോട് സ്ക്രീനിൽ പോയി നോക്കാൻ ആവശ്യപ്പെടാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ആർബലോഗ് വന്നിട്ട് ചങ്ങായി എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ബയന ഫെഡെ വാൽവെർദെ തമ്മിൽ മുമ്പ് ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. VRL പ്ലെയറായിട്ട് ഇരിക്കുന്ന സാഹചര്യത്തിൽ ബയന ഫെഡെ വാൽവെർദെയോട് തോന്നിയ ദിവസം പറഞ്ഞു എന്നാണ് വാർത്തകളിൽ നിറഞ്ഞിട്ടുണ്ടായിരുന്നത്. തോന്നിയ ദിവസം എന്ന് പറഞ്ഞാൽ ആളുടെ ജനിക്കാതെ പോയ മകനെ കുറിച്ചിട്ട് എന്തോ ഒരു സംഭവമാണ് പറഞ്ഞു എന്നുള്ളതാണ്. അത് പിന്നീട് ബയന ഡിനൈ ചെയ്തിട്ടുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ അതിനായിട്ട് ഫെഡെ വാൽവെർദെ പിന്നെ കാർ പാർക്കിങ്ങിൽ വെയിറ്റ് ചെയ്ത് നിന്നു ബയന വരാനായിട്ട്. എന്നിട്ട് ബയനയ്ക്ക് നല്ലൊരു കൊടുക്കൽ കൊടുത്തു എന്നുള്ളതാണ് വാർത്തകളിൽ ഉണ്ടായിരുന്നത്. പിന്നീട് അത് കോടതിയിലേക്കൊക്കെ പോയി. പക്ഷെ അത് തെളിയിക്കാനുള്ള സാഹചര്യമൊന്നും ഉണ്ടായില്ല. ബയന അത്തരത്തിലൊരു കാര്യമൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത് പുള്ളിയും പറയുന്നുണ്ടായിരുന്നു. ഇനി അത്തരത്തിലൊരു ബാക്ക് സ്റ്റോറി ഉണ്ടായിരുന്നുള്ള കാര്യം ഓർക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു മനസ്സിൽ ആ ചാലഞ്ച് നടത്തുമ്പോൾ, എനിക്കറിയില്ല. എനിവേ ആ റെഡ് കാർഡ് സംഭവിക്കുന്നു. പിന്നെ കുറച്ച് മിനിറ്റ് 10-15 മിനിറ്റ് ഈ രീതിയിൽ 10 പേര് വെച്ച് കളിക്കേണ്ട ഒരു സാഹചര്യം റയൽ മാഡ്രിഡിനാണ്. ആ ഒരു അവസരത്തിലാണ് വിനി ജൂനിയറെ പിൻവലിക്കാനുള്ള തീരുമാനമൊക്കെ ആർബലോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് കരരാസിനെ കൊണ്ടുവരുന്ന ഡിഫൻസ് കുറേ കൂടി പിന്നെ എന്താ പറയുക 10 പേര് വെച്ചിട്ട് പിന്നെ ലീഡ് പ്രൊട്ടക്റ്റ് ചെയ്യണമല്ലോ അതിന് വേണ്ടിയിട്ട്. അതുപോലെ ഫ്രാൻ ഗാർസിയ നല്ല രീതിയിലാണ് കളിച്ചിട്ടുള്ളത്. സ്റ്റെപ്പ് അപ്പ് ചെയ്തിട്ടുണ്ട് ആളിപ്പോൾ ഈ ഒരു കരരാസ് ഇല്ലാത്ത സാഹചര്യത്തിൽ എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അപ്പോൾ ഇതിൽ തന്നെ പിന്നെ അൽവാരസിൻ്റെ ഒരു കിട്ടിലൻ അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു. കിട്ടിലൻ അറ്റംപ്റ്റ് പോസ്റ്റ് തട്ടി പോകുന്നൊരു സാഹചര്യം കണ്ടു. അതിൽ കാര്യമായിട്ട് ബാക്ക് ലിഫ്റ്റ് ഒന്നും ഇല്ലാതെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഫോഴ്സ് ചങ്ങായി ജനറേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പിടുത്തം എനിക്കില്ല. അമ്മാതിരി ഷോട്ടായിരുന്നത്. അവിടെ അത്ലറ്റിക് മാഡ്രിഡ് അൺലക്കി ആയിരുന്നു. അതുപോലെ തന്നെ ട്രെൻഡ് അലക്സാണ്ടർ ആർണോൾഡിൻ്റെ ഫ്രീ കിക്ക് മൂസോ സേവ് ചെയ്യുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടു. കമോയിങ്കേനെയും ജൂഡിനെയും ഒക്കെ അതിനു മുമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രഹീമിനും വിനിക്കൊക്കെ പകരമായിട്ട് ആ ഒരു ലീഡ് കൂടി പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇനി അത് പ്രൊട്ടക്ട് ചെയ്തിരിക്കുകയാണ്. 3-2 ഇമ്പോർട്ടൻറ്റ് വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. ടൈറ്റിൽ റേസിന് ജീവൻ നിലനിർത്താൻ റയൽ മാഡ്രിഡിന് സാധിച്ചിരിക്കുകയാണ്. ഇനി 9 മത്സരങ്ങൾ ബാക്കിയുണ്ട്. ട്വിസ്റ്റുകൾക്കും ടേണുകൾക്കുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് അറിയണമെങ്കിൽ ഇനി ഇൻ്റർനാഷണൽ ബ്രേക്കൊക്കെ കഴിയേണ്ടതായിട്ട്. അപ്പോൾ ഇൻ്റർനാഷണൽ ബ്രേക്കിലേക്ക് പോകുമ്പോൾ ആർബലോയുടെ കീഴിൽ പ്രോഗ്രസ് ഉണ്ട് റയൽ മാഡ്രിഡ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഇനി ആർബലോയുടെ മുന്നിലുള്ള പ്രധാന വെല്ലുവിളി വരാനിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ സൂപ്പർ സ്റ്റാറുകളെല്ലാം തിരിച്ചു വന്നിട്ടുണ്ട് ഇഞ്ചുറിയിൽ നിന്ന് മാറിയിട്ട്. അപ്പോൾ ആളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ബാലൻസ് കണ്ടെത്തിയ പോലെയാണ് കാര്യങ്ങളുള്ളത്. അപ്പോൾ ഇവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ബാലൻസ് എങ്ങനെ കണ്ടെത്തും അത് കാണാൻ ഒരാകാംക്ഷയുണ്ട്. മറ്റേ അദ്ദേഹത്തെ നമുക്ക് കാണാം. ഗുഡ് ബൈ.